നമസ്കാരം. നമ്മുടെ കുൽഗാവ് ബദ്ലാപൂർ മലയാളി സമാജം മാട്രിമോണി ബേസ്ഡ് ഡാറ്റാബേസ് ഇനോഗ്രേഷൻ ചെയ്യുന്നതിനായി അതിലേക്ക് നമ്മുടെ അധ്യക്ഷൻ ശ്രീമാൻ ജിനേഷ് KCS സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നിവിടെ വിശിഷ്ടാതിഥിയായി എത്തിയ നമ്മുടെ അഡ്വക്കേറ്റ് സ്വപ്നിൽ വർമ്മ അവർകളെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം 25 വർഷത്തിലേറെയായി വിവാഹ സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശസ്ത വക്കീലാണ്. അടുത്തത് നമ്മുടെ ഫെമിനിസ്റ്റും ട്യൂട്ടോറിയലായ ശ്രീമതി നീതു നായരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാരാഷ്ട്രയിലെ നല്ലൊരു മലയാളി വ്യവസായിയും ബിസിനസ്മാനായ കൂട്ടുകുടുംബം ഇപ്പോഴും വളരെ സന്തോഷമായി നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രേമപിള്ള ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിലാന്ത്രോപ്പിസ്റ്റ് ആയ മിസ്സിസ് ജാസ്മിൻ നായരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വസന്ത ചേച്ചി ജിനേഷ് സ്വപ്നിൽ സാറിനെ നമ്മളെ പ്രേമപിള്ള ചേട്ടനെ ആദരിക്കാനായി രാജലക്ഷ്മി നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നീതു നായരെ ആദ്യം. സുമ നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജാസ്മിൻ നായരെ. അധ്യക്ഷന് താങ്ക് യു രാഖി. അപ്പൊ ഇതില് ഔപചാരികതയൊന്നുമില്ല, ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഈ സെമിനാറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ നമുക്ക് ആ ഡാറ്റാബേസ് ഉദ്ഘാടനം ചെയ്യലാണ്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ക്ലിയർ ആണ്, പുറകില് ക്ലിയർ ആണ്. എനിക്ക് ഇവിടെ നല്ല എക്കോ അടിക്കും. ഓക്കെ, അപ്പോ അതിനു മുന്നേ ആ ഒരു പശ്ചാത്തലം ഒന്ന് പറയാം നമ്മുടെ ഈ മാട്രിമോണി ഡാറ്റാബേസിന്റെ. അപ്പോ പല സമാജങ്ങളും പണ്ട് നടത്തിയിരുന്ന ഒരു സംഭവമായിരുന്നു ഈ മാട്രിമോണി ഡാറ്റാബേസ്. അതെല്ലാവരും ചെയ്യുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഓഫീസിൽ ഒരു ഫയൽ വെക്കും. ആ ഫയലില് അവരവരുടെ ബയോഡാറ്റ കൊണ്ടുവന്ന് ഫയൽ ചെയ്ത് വെക്കുക. ആവശ്യമുള്ളവർ സമാജത്തിന്റെ ഓഫീസിൽ വന്ന് അത് റെഫർ ചെയ്യാം. നല്ല ഇഷ്ടപ്പെടുന്ന ബന്ധമുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പോ ഇപ്പൊ കാലം മാറി, ആരും സമാജത്തിന്റെ ഓഫീസിൽ വന്ന് ഫയൽ ചെയ്യാനൊന്നും ബയോഡാറ്റ ഫയൽ ചെയ്യാനൊന്നും മെനക്കെടില്ല. അപ്പൊ നമ്മള് അതേ സംഭവം തന്നെ ഒരു ഓൺലൈൻ രീതിയിലാണ് ഇപ്പോ ആക്കിയിട്ടുള്ളത്. അപ്പോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ആ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാം. അപ്പൊ അതൊരു പ്രവാസി മലയാളികൾക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ മാട്രിമോണി ഡാറ്റാബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നാട്ടിലെവിടെ നിങ്ങളുടെ സ്ഥലം, അതുപോലെ കേരളത്തിന് പുറത്ത് നിങ്ങൾ എവിടെയാണ്. നമ്മൾ പ്രൈമറി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബദ്ലാപൂറുള്ള മലയാളികളെ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് ഗൾഫിലുള്ളവർക്കും അതുപോലെ കല്യാണിലും ബോംബെയിലും താനയിലും താമസിക്കുന്നവർക്കൊക്കെ ഈ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഡാറ്റാബേസ് എത്ര വലുതാവുന്നോ അത്രയും അതിന്റെ ഇമ്പോർട്ടൻസ് കൂടും. അപ്പോ കുറച്ച് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതായത് അവരുടെ ഫോട്ടോ, അതുപോലെ എക്സാക്ട് ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നില്ല. കാരണം അത് ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇയർ ഓഫ് ബർത്ത് മാത്രമേ അറ്റ്ലീസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നില്ല. കാരണം ഈ നമ്മുടെ മാട്രിമോണിയൽ പ്രോസ്പെക്ടിന്റെ വയസ്സ് എത്രയും നമുക്ക് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോ ഒരു തുടക്കം എന്നുള്ള നിലയിൽ
നമ്മൾ ഇതൊരു ഫ്രീ സർവീസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡാറ്റ ഒരുപാട് വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചാർജ് ചെയ്യുന്നയോ കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇതൊരു ഗൂഗിൾ ഫോമിലൂടെയാണ് ഈ ഒരു ഫോം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. അപ്പോ ഇത്രയാണ് ഈ മാട്രിമോണി ഡാറ്റാബേസിന്റെ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് പറയേണ്ടത്. കാരണം അതിന്റെ പശ്ചാത്തലവും പലപ്പോഴും പലരും കാണുമ്പോൾ പറയാറുണ്ട് അവരുടെ മക്കൾക്കോ മകൾക്കോ മകനോ നല്ല പറ്റിയ ആലോചനയുണ്ടോ. അപ്പൊ പലതും ഞാൻ കുറെ കാലം എന്റെ മൊബൈലിൽ ഒരു നോട്ട് പാഡിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു, ആരെങ്കിലും പറയുമ്പോൾ ഇന്നയാള് പറഞ്ഞിരുന്നു എന്നുള്ളത്. പക്ഷെ അത് എനിക്ക് ഒരാൾക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ ഡാറ്റാബേസിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇനി ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ഞാൻ സ്വപ്ന സാറിനെ ക്ഷണിക്കുകയാണ്. അപ്പോ അതിനുശേഷം നമ്മുടെ ചോദ്യോത്തരങ്ങളും സെമിനാർ പോലെയുള്ള കാര്യങ്ങളും വരാനുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാതെ ഉദ്ഘാടനം മാത്രം ഇപ്പൊ ലിമിറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് ഡിസ്കഷനിലേക്ക് തുടങ്ങാം. താങ്ക് യു സർ. പക്ഷെ എന്നെക്കാളും കൂടുതൽ ഒരു അങ്കിളാണ് നമ്മുടെ അങ്കിളാണ് ചെയ്യേണ്ടത്. ഞാൻ ചെറുതാണ്, എന്നാലും ഞാനും നിങ്ങളുടെ മെമ്പർ തന്നെയല്ലേ. അല്ല സാറിനെ സാറിനെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതെ, എന്നാലും ഒരു ഇനാഗുറൽ സ്പീച്ച് ചെയ്ത് ഒരു ഇനാഗുറേറ്റ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. മാട്രിമോണിയൽ ഡാറ്റാബേസ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഇപ്പൊ അറിയാം, എസ്പെഷ്യലി ഓൺലൈൻ ഡാറ്റാബേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓൺലൈൻ ഡാറ്റാബേസിൽ നമ്മള് അഡ്വക്കേറ്റിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നതാണ്. എന്റെ മലയാളം അത്രയും കറക്റ്റ് അല്ലേ, എന്നാലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു സ്പീക്ക് ഇൻ മലയാളം. മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സിൽ എസ്പെഷ്യലി ഓൺലൈൻ ഡാറ്റാബേസിൽ നിന്ന് വന്ന മാരേജസ് ഇപ്പം കൂടുതലായിട്ട് മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടിൽ കൺവേർട്ട് ആവുന്ന ഇഷ്ടം പോലെ കേസസ് ഉണ്ട്. എസ്പെഷ്യലി 1, 2 മാസം 3 മാസം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ഒക്കെ 2, 3, 5 വർഷം കഴിഞ്ഞിട്ട് ഡൈവേഴ്സിന് പോകാറുള്ളായിരുന്നു. ഇപ്പൊ 2 മാസം 3 മാസം കഴിയുമ്പോൾ തന്നെ ഡിവേഴ്സിന് പോകുന്ന രീതി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സ്റ്റഡി ചെയ്യുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് അവര് ഓരോ പ്രപ്പോസൽസ് വരും. കുറച്ച് നേരത്തൊക്കെ അവരെല്ലാവരും നല്ലതായിട്ട് കാണിക്കും, പക്ഷെങ്കിൽ കല്യാണം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന്റെ കുഴപ്പങ്ങൾ. അപ്പം അതുകൊണ്ട് ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലോസ് നിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു സൊസൈറ്റിയുടെ അകത്തായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ മറ്റേ ഓൺലൈൻ ഡാറ്റാബേസിനേക്കാളും ഇങ്ങനത്തെ ഡാറ്റാബേസ് നമുക്ക് ഒന്നുകൂടെ നല്ലത്. കാരണം നമുക്ക് ഇപ്പൊ ജിനേഷിന് കിട്ടുന്ന ഡാറ്റാസ് നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. ജിനേഷിന് പരിചയമുള്ള നമ്മുടെ സമാജത്തിന്റെ അകത്ത് ആൾക്കാർക്ക് തന്നെ പരിചയമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു കുട്ടിയുടെ ഒരു മാട്രിമോണിയലില് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫാമിലിനെ കുറിച്ചും അല്ലെങ്കിൽ ആ കുട്ടീനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ജോലിയും അവരുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമുക്ക് മനസ്സിലാവും. ഒത്തിരി ഫോൾസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ മാരേജസ് ഒക്കെ കഴിഞ്ഞ് മൾട്ടിപ്പിൾ കേസസ് ഒക്കെ കഴിഞ്ഞ് ഉള്ള ഒത്തിരി ഡാറ്റാബേസിൽ ഓൺലൈൻ മാട്രിമോണിയൽ ഡാറ്റാബേസ് ഇഷ്ടം പോലെ അങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഐ തിങ്ക് ദിസ് വിൽ ബി മച്ച് ബെറ്റർ. ദിസ് വിൽ ബി എ ക്ലോസ്ലി നിറ്റ്, നമുക്ക് അറിയാവുന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടും ദിസ് വിൽ ബി മച്ച് ബെറ്റർ ദാൻ ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റ്. സോ നല്ല ഒരു ഇതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പക്ഷേ ഒരു കുഴപ്പമേ ഉള്ളൂ, ഞാൻ കല്യാണം കഴിക്കാത്ത ഒരാളെ കൊണ്ട് നിങ്ങൾ ഈ മാട്രിമോണിയൽ ഇത് ഓപ്പൺ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഐ ഒഫീഷ്യലി declare the matrimonial database to be open. Start. Thank you. Thank you, sir. അപ്പൊ നമുക്കിനി ഈ ഒരു സ്വപ്നിൽ സാറിനെ let it be. We'll circulate the mic like that. Okay, so you can keep because you are going to start. So സാറിനെ വിളിക്കാനുള്ള പ്രത്യേക കാരണം, ഇപ്പോ ഒരു അസുഖം വരുന്നവരാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത് വിചാരിച്ചിട്ട് അത് ഡോക്ടർക്കല്ലേ അസുഖം വരാണ്ടിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് സ്വപ്നിൽ സാറും. ഒരു കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ വരുത്താൻ പാടില്ല എന്ന് അദ്ദേഹത്തിനാണ് മറ്റാരേക്കാൾ കൂടുതൽ പറയാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ കല്യാണം കഴിച്ച് 15 വർഷം ഒരുമിച്ച് ജീവിച്ചെങ്കിലും ഒരു സ്പൗസിന്റെ അടുത്തുള്ള എക്സ്പീരിയൻസ് നമുക്കുള്ളൂ, അല്ലെ? പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള നിരവധി കേസുകൾ കണ്ട് നല്ല അനുഭവമുള്ള ആയതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്.
അപ്പൊ നമുക്കൊരു കുറച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരോട് എല്ലാവരോടും ചോദിക്കാൻ. കാരണം എല്ലാവരും ഈ ഒരു മേഖലയിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളാണ്. അപ്പോ സ്വപ്നിൽ സാറിനെ വെച്ച് തുടങ്ങാം നമുക്ക്. ചോദ്യത്തിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോ ആദ്യം തന്നെ സ്വപ്നിൽ സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ഇപ്പൊ 25-30 വർഷത്തോളം എക്സ്പീരിയൻസ് ആയി തോന്നുന്നു അല്ലെ? 25-30 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാലത്തെ ഈ ഒരു അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? മെയിൻ 1 or 2 ഇഷ്യൂസ് ബിക്കോസ് ഓഫ് വിച്ച് പീപ്പിൾ ഗെറ്റ് ഡിവേഴ്സ്ഡ്. ഡിവേഴ്സ് ആവാനുള്ള ഏറ്റവും കൂടുതൽ ഉള്ള 2 കാരണങ്ങൾ. ജിനേഷിന്റെ ക്വസ്റ്റ്യൻ നല്ലതാണ്. പക്ഷെങ്കിൽ നമ്മള് ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് പറയാ, പോയിട്ട് ചോദിക്കുക രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഞാൻ പ്രായമാവാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ആൾക്കാർ ഏറ്റവും കൂടുതൽ മരിക്കാൻ എന്താ കാരണം എന്ന് എനിക്ക് ചോദിക്കാലോ. ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആണോ? അതാണ് ചോദ്യം. അപ്പം ആക്ച്വലി ഇതില് ഒരു ബ്ലൂ പ്രിന്റ് ഇല്ല. ഹൗ ഫോർ എ സക്സസ്ഫുൾ മാരേജ് there is no such blueprint. വൺ സ്റ്റോപ്പ് സൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗുളിക കഴിച്ചു, ഈ ഗുളിക കൊണ്ട് നമുക്ക് രോഗം വരുത്തേ ഇല്ല എന്ന് പറയാൻ ഒക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും there are some reasons which convert the marriage into divorce. അതില് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫിനാൻസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ്. നമ്മളാരും വിചാരിച്ചില്ല അതായിരിക്കും കാരണം അല്ലേ? സർപ്രൈസ് ആയിരുന്നു. ഇൻകം ഒരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ് ഇന്നത്തെ ജീവിതത്തിൽ. നമുക്ക് ഇൻകം ഇല്ലാതെ ജീവിക്കാം. പണ്ടൊക്കെ നാട്ടിൽ നമ്മള് പൈസയുടെ അല്ലെ, നമുക്ക് പൈസയുടെ ആവശ്യമില്ലായിരുന്നു. എന്തായിരുന്നു നാളികേരം അല്ലെങ്കിൽ നെല്ല് അല്ലെങ്കിൽ പച്ചക്കറി, ഇതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളായിരുന്നു. ബേസിക് ആയിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടില് TV വേണ്ട, അല്ലെങ്കിൽ 52 ഇഞ്ചിന്റെ ടെലിവിഷൻ, പ്ലാസ്മ ടെലിവിഷൻ വേണ്ട, ഫ്രിഡ്ജ് വേണ്ട, റെഫ്രിജറേറ്റർ വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള ജീവിതമായിരുന്നു ആ സമയത്ത്. ഈ കല്യാണം തന്നെ, ഈ സിസ്റ്റം തുടങ്ങിയത് തന്നെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. പണ്ട് ഈ കല്യാണം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമേ ഇല്ലായിരുന്നു. നമ്മുടെ ഇഫ് വി ഗോ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കല്യാണം അല്ലെങ്കിൽ മാരേജ് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ബൈ ദ ഹ്യൂമൻ ബീങ്സ് ഫോർ എ നീഡ്. ആക്ച്വലി അതിന്റെ ബേസിക് നീഡ് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നും സിസ്റ്റം ഇല്ലായിരുന്നു. യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ റിലേഷൻസ്, യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ചിൽഡ്രൻസ്. അങ്ങനെയായിരുന്നു പണ്ടത്തെ സിസ്റ്റം. നമ്മുടെ കാട്ടിലെ താമസിക്കുന്ന ഒരു രീതിയായിരുന്നല്ലോ നമ്മുടെയും. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു. പക്ഷെങ്കിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ റിസോഴ്സസ് അപ്പോഴും നമുക്ക് ഒരു കുടുംബം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് റിസോഴ്സസ് ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പൈസ, അല്ലെങ്കിൽ അപ്പോഴത്തെ കാലത്ത് റിസോഴ്സസ്. ആഹാരം ഒരു റിസോഴ്സസ് ആണ്, നമുക്ക് തുണി ഒരു റിസോഴ്സാണ്. അങ്ങനെ റിസോഴ്സസ് ഇല്ലാതെ ഒരു കുടുംബം നമുക്ക് ചെയ്യാനൊക്കത്തില്ല. അപ്പൊ അങ്ങനെ പണ്ടത്തെ സിസ്റ്റത്തിലെ മൾട്ടിപ്പിൾ റിലേഷനും മൾട്ടിപ്പിൾ കുട്ടികളൊക്കെ ആയപ്പോൾ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ആരെടുക്കും എന്നൊരു ചോദ്യം വരാൻ തുടങ്ങി. അപ്പം പറയുന്നത് ഈ കുട്ടി എന്റെ അല്ല, ഈ കുട്ടി അവരുടെയാ. അങ്ങനെയാ. ഇപ്പോഴത്തെ പോലത്തെ DNA ടെസ്റ്റ് ഒന്നും അപ്പോഴേ ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റീസ്, അതുമാതിരി എനിക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഈ പലരും വന്ന് ചോദിക്കും, ഞാൻ നിങ്ങളാണ് എന്റെ അച്ഛൻ, എനിക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി വേണം എന്നൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഫർദർ ആയിട്ട് അതിന് ഈ പല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ക്ലോസ് മീറ്റ് റിലേഷൻ വേണം. ഒരു വില്ലേജിൽ നിങ്ങൾ എത്ര വേണമെങ്കിൽ റിലേഷൻ ചെയ്യാം. അങ്ങനെയായി. കാരണം വില്ലേജിന്റെ റെസ്പോൺസിബിലിറ്റി ആയി ആ കുട്ടിയുടെ, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വില്ലേജിന്റെ അകത്ത് തന്നെ കിടക്കും. അങ്ങനെ ആണ് 1 person 1 റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഇപ്പൊ അത് എസ്പെഷ്യലി ഹിന്ദുസിലാണ് പെട്ടെന്ന് അതിന്. പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പും മൾട്ടിപ്പിൾ കുട്ടികളും മൾട്ടിപ്പിൾ ഭാര്യമാരും ഹസ്ബൻഡ്സും ഇഷ്ടം പോലെ പണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനെ മാറി കാരണം റിസോഴ്സസ് ലിമിറ്റഡ് ആയി പോയി. നമുക്ക് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ കുട്ടികളെ നോക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പൈസ. ഇപ്പോഴത്തെ കാലത്ത് ഇൻകം അല്ലെങ്കിൽ
പൈസ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. പൈസ കുറവുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഡൈവേഴ്സ്, നല്ല പൈസയുടെ പേരിൽ ഡൈവേഴ്സ് ആവുന്ന. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു നല്ലൊരു മിഡിൽ ഏജ് ആയ മിഡിൽ ഇൻകം ആയിട്ടുള്ള ഒരു ഫാമിലീസ് ഉണ്ട്. ലോവർ ഇൻകമിൽ ഇതിലൊന്നും ഇല്ല, അവർക്ക് ഇതിലൊന്നും എക്സ്പെക്ടേഷൻസ് ഇല്ലാത്ത ഒരു, അപ്പൊ അവർക്ക് ഈ പൈസയുടെ മിഡിൽ ഇൻകം അബവ് മിഡിൽ ഇൻകം ഉള്ള വീട്ടിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹൈ ഇൻകമിലും ഇത്രയും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം നമ്മൾ നോക്കിയ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് തൊട്ടാണ് തുടങ്ങുന്നത്. ലോവർ മിഡിൽ ക്ലാസ്സിന് ഇതിനൊന്നും അവർക്ക് പഠിത്തവും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും കുഴപ്പമില്ല. അവരേതായാലും കേസുമായിട്ട് സാറിന്റെ അടുത്ത് വരുന്നുണ്ടാവില്ല. അല്ല, അതാണ്. അപ്പം ഈ എസ്പെഷ്യലി നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ ഇപ്പൊ പറയുന്നത് നമ്മുടെ കേരള അല്ലെങ്കിൽ മലയാളികളുടെ ആ ഒരു സൊസൈറ്റിയുടെ ഇതനുസരിച്ചാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? ബാക്കി ഇഷ്ടം പോലെ വേറെ മാറ്റേഴ്സ് ഉണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെങ്കിലുണ്ടല്ലോ അകത്ത് ഭയങ്കര ഫ്രിക്ഷൻസ് ആണ്, മനസ്സിലായില്ലേ? ആദ്യമൊക്കെ 5-6 മാസം ഒരു ഹസ്ബൻഡിന് ജോലിയില്ല, വൈഫ് പറഞ്ഞ് എങ്ങനെയാ വീട് നോക്കുന്നത്, എങ്ങനെയാ കശപിശിയാവും, അങ്ങനെ ആടിപിടിയായി, ദേഷ്യമായി, അങ്ങനെയായി, അതൊരു ഇഷ്യൂ ആണ്. പിന്നെ കമ്പാറ്റബിലിറ്റി ആക്ച്വലി നമ്മൾ എപ്പോഴും മാരേജിലെ രണ്ട് വേറെ ഫാമിലീസിൽ നിന്ന് വരുന്ന ആണ്. നമ്മള് ജാതകമൊക്കെ നോക്കിയാലും ബിഹേവിയർ ആയിട്ടും മൈൻഡ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ് ആയിട്ടും ടെമ്പറാമെന്റ് ആയിട്ടും ഒക്കെ യോജിച്ചു പോയില്ലെങ്കിൽ അത് നാച്ചുറലി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് 2-3 വർഷം കഴിയുമ്പം അവർക്ക് ചേരുന്നേ ഇല്ല, ഒട്ടും ചേരാത്ത ആൾക്കാർ. കമ്പാറ്റബിലിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മൾ ഒരു മാട്രിമോണിയൽ റിലേഷനിൽ പോകുമ്പോൾ കമ്പാറ്റബിലിറ്റി നോക്കേണ്ടത് ഒത്തിരി. അതുകൊണ്ട് ചില സമയത്ത് തോന്നും ലവ് മാരേജ് ഒന്നുകൂടെ നല്ലത്, ചില സമയത്ത് തോന്നും. കാരണം ലവ് മാരേജിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പരസ്പരം കുറെ വർഷമായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ലവ് മാരേജ് ശരിയാവും. ഒരു കണ്ടു 2-3 മാസം കൊണ്ട് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. ഇപ്പൊ ചിലതൊക്കെ 2-3 വർഷമൊക്കെ പരിചയം, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിന്റെ അകത്ത് തന്നെ പരിചയമായിട്ട് പിന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. അതൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, കാരണം ഫാമിലിക്ക് സപ്പോർട്ടും ഉണ്ട്. പ്ലസ് അവർക്ക് അറിയാം ഈ ആളുടെ എന്തൊക്കെയാ നല്ല സ്വഭാവങ്ങൾ, എന്തൊക്കെയാ, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. പിന്നെ വൈസസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഹസ്ബൻഡ്സിന്റെ സൈഡില് വൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയായി, ബാഡ് ഹാബിറ്റ്സ്, പല രീതിയിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. ചിലര് ബെറ്റിംഗ് ആയിട്ട്, ബെറ്റിംഗ് എന്താ പറയുന്നത്, നമ്മള് ചീട്ടുകളിയല്ല, ഈ അങ്ങനെയൊക്കെ പൈസ കളയുന്നവരും ഉണ്ടല്ലോ, കള്ളു കുടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ലഹരി പദാർത്ഥങ്ങളിലൊക്കെ അങ്ങനെയുള്ളതിലും ഒത്തിരി കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ളതൊക്കെ ഡിവോഴ്സിൽ പോകുന്നുണ്ട്. മെയിൻ കാരണങ്ങൾ ഫൈനാൻസിന്റെ പുറത്തുള്ള ഒരു ആക്ച്വലി ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള ഞാൻ പറയുന്നത്, എസ്പെഷ്യലി നമ്മുടെ കേരള മലയാളി കമ്മ്യൂണിറ്റി. സർ, അടുത്ത ചോദ്യം സാറിനോട് തന്നെയാണ്. നമ്മള് അതായത് എവറിത്തിങ് വാസ് ഗോയിങ് ഗുഡ്, നല്ല റിലേഷൻ ആയിരുന്നു, കോമ്പാറ്റബിൾ ആയിരുന്നു, ഫൈനാൻഷ്യലും സ്റ്റേബിൾ ആയിരുന്നു. പക്ഷെ എന്നാലും ചില കപ്പിൾസ് വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ് എന്താണ്, വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ഡിവോഴ്സ്? ഒരു മിസ്റ്റേക്സ്, അതായത് അത് അവരെ കുറച്ച് കോഷ്യസ് ആയിരുന്നെങ്കിൽ അതൊരു ഡിവോഴ്സിൽ എത്തില്ലായിരുന്നു. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എക്സ്ട്രാ മാരിറ്റൽ, ഇപ്പൊ പഴയ ഫ്രണ്ടിനെ ഒന്ന് കണക്ട് ചെയ്തു, അത് വൈഫിനോ അല്ലെ ഹസ്ബൻഡിനോ ഇഷ്ടമായി. ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന മിസ്റ്റേക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ പരസ്പരമായിട്ട് പല കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പാരന്റ്സിന്റെ അടുത്ത് ചിലർ പറയും. പാരന്റ്സിന്റെ അപ്പൊ ഇൻഫ്ലുവൻസ് വരും. പാരന്റ്സ് അതിൽ വന്ന് ഇടപെട്ടിട്ട് വേണ്ടാത്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ. അപ്പം ഈ പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ്, എസ്പെഷ്യലി ഞാൻ പറയുന്ന മലയാളികളുടെ ഇതില് കല്യാണം കഴിച്ചു കഴിഞ്ഞു, മോളെ എന്നും ഫോൺ ചെയ്യും, മോളെ എന്ത് പറ്റി, ഇന്ന് എന്ത് കഴിച്ചു, അല്ലെങ്കിൽ ഇന്ന് എന്തോ കപ്പയാണോ ഉണ്ടാക്കി, ചോറാണോ ഉണ്ടാക്കി, കൂട്ടാനാണോ ഉണ്ടാക്കി, എന്ത് പറ്റി, അങ്ങനെ ചെയ്ത്, ഇങ്ങനെ പറഞ്ഞെങ്കിൽ നീ അങ്ങനെ പറയല്ലേ, അങ്ങനെ ചെയ്ത്, അങ്ങനെയാണെങ്കിൽ അവരെ അങ്ങനെ പറയും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉപദേശം കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് വെച്ച് ഉണ്ടല്ലോ, എസ്പെഷ്യലി മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളുണ്ടല്ലോ അവർക്ക് തന്നെ അറിയത്തില്ല എക്സാക്ട്ലി അവരെ എന്താ ഈ ലൈഫിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടില്ല. നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഓടി നടന്ന് കറങ്ങി നടന്നതൊക്കെ അല്ല ലൈഫ്. മാരേജ് കഴിഞ്ഞാൽ ഒത്തിരി വലിയ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ആ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലായിട്ട് വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്കാണ് ഈ ഇൻഫ്ലുവൻസ് പാരന്റ്സിന്റെ ഒക്കെ വന്നു കഴിഞ്ഞാൽ
പെട്ടെന്ന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ ഹസ്ബൻഡ്സ് ഉണ്ട്, ചില ഹസ്ബൻഡ്സ് ഒക്കെ ഒത്തിരി ലേസിയാണ്. ഇപ്പൊ പണി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 4 ദിവസം പണിക്ക് പോയിട്ടില്ല. ഈ ജോബ് വിട്ടു, എനിക്ക് വേറെ ജോബ് പോലും, ഞാൻ എന്തിനാ ആ ജോബ് ചെയ്യുന്നത്, എനിക്ക് എന്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ്, ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പം ഈ ലേസിനെസ് ആണ് ആക്ച്വലി, അതില് ജോബിന്റെ അല്ല, മനസ്സിലെ ഒരു ലേസിനെസ് ആണ്. എസ്പെഷ്യലി സ്ത്രീകള് വീട്ടിലെ ജോലി ചെയ്ത് മെയിൽസ് വെളിയിൽ പോയി, അങ്ങനെയാണല്ലോ ഒരു സൊസൈറ്റിയുടെ നോംസ്. ഇത് വീട്ടിലെ ഒരു മനുഷ്യന് ജോലി ചെയ്യാതെ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയും കണ്ടിട്ടുണ്ട്. ലേസിനെസ് ഒരു ഫാക്ടറാണ്. അതുമാതിരി നമ്മുടെ അകത്ത്, വീട്ടിന്റെ അകത്തെ പ്രശ്നം വീണ്ടും വൈഫിന്റെ ആയിട്ട്, ഹസ്ബൻഡിനെ കുറിച്ച് അവരുടെ ഫ്രണ്ടിന്റെ അടുത്ത് വൈഫ് ഫ്രണ്ടിന്റെ അടുത്ത് പറയും, ഓ അയാളുണ്ടല്ലോ ഇങ്ങനെയാ, അയാള് അങ്ങനെയാന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് അയാളുടെ വീട്ടിലും അയാളുടെ പുറത്ത് അയാളുടെ അടുത്ത് പോവും ഈ ന്യൂസ്. അങ്ങനെ പറഞ്ഞു അത് മതി ഡിസ്പ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ, മനസ്സിലെ. ഇതൊക്കെ ചില സില്ലി മിസ്റ്റേക്സ് ആണ്. ഈ സില്ലി മിസ്റ്റേക്സ് ഒക്കെ നമ്മളെ അവോയ്ഡ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ. വെരി വാലിഡ് പോയിന്റ്, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇപ്പൊ 25 വർഷം എന്ന് പറഞ്ഞാൽ യു ഹാവ് സീൻ മൾട്ടിപ്പിൾ ജനറേഷൻസ് പ്രോബബ്ലി, അല്ലെ? അതായത് നമ്മുടെ പ്രായത്തിൽ നമ്മൾ കൊച്ചുങ്ങളായിരുന്നപ്പോഴേ തുടങ്ങിയതാണ്, ഇപ്പൊ വേറെ ജനറേഷൻ വന്നു. അപ്പോ ഈ ഡൈവേഴ്സ് സീക്ക് ചെയ്യുന്ന, അതായത് ഡൈവേഴ്സ് ആവശ്യമായി മുന്നോട്ട് വരുന്ന ആൾക്കാരിൽ ഈ ജെൻഡർ റേഷ്യോ എങ്ങനെയാ? അതായത് പണ്ട് എങ്ങനെയായിരുന്നു, ആണുങ്ങളായിരുന്നോ പെണ്ണുങ്ങളായിരുന്നോ കൂടുതൽ മുന്നോട്ട് വരുന്നത്? ഇപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ഡിവോഴ്സ് എന്ന് പറഞ്ഞ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ എനിക്കൊന്ന് 2000ലാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ആ സമയത്ത് നമ്മുടെ ഈ മാറ്റേഴ്സ് വരുമ്പോൾ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നായിരുന്നു ഡിവോഴ്സിന് വന്നുകൊണ്ടിരുന്നത് മാക്സിമം. അപ്പൊ ഹസ്ബൻഡിന്റെ പല വീട്ടില് അവർ ജോലി ചെയ്യുന്നില്ല, വീട്ടിൽ വൃത്തിയാക്കി വെക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഫ്രീഡം തരുന്നില്ല, അല്ലെങ്കിൽ ചിലരുടെ ഒക്കെ കുട്ടി ഉണ്ടാവുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പല മാറ്റേഴ്സ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് അവരുടെ കൂടെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡിവോഴ്സ് വരുമായിരുന്നു. അപ്പം 100 പണ്ടത്തെ ഒരു 25 years ബിഫോർ 100 കേസിൽ 80-90 കേസസ് ഹസ്ബൻഡ് ആയിരുന്നു ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 10% അറൗണ്ട്, അതും നല്ല പഠിത്തമുള്ളവരും നല്ല സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈഫൈ ആയിട്ടുള്ളവരുടെ പെണ്ണുങ്ങള് ആദ്യം കോർട്ടിൽ പോകത്തുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ എന്താ തിരിഞ്ഞു. ഇപ്പൊ എൻ്റെ 100 മാറ്ററില് 80% പെണ്ണുങ്ങളാണ് ഡിവോഴ്സിന് വരുന്നത്. എസ്പെഷ്യലി പണ്ട് മലയാളികളുടെ കുറവായിരുന്നു റേഷ്യോ. മലയാളികളില് എനിക്ക് ഈ 10-15 വർഷം മുമ്പേ ആയിരുന്നു വരെ മലയാളികളുടെ അധികം കേസസ് എനിക്ക് കിട്ടത്തില്ലായിരുന്നു, കാരണം ഇല്ലായിരുന്നു അത്ര. ഇപ്പൊ ഇഷ്ടം പോലെ മലയാളികളുടെ, എസ്പെഷ്യലി ഹിന്ദുസ് പല, ആദ്യമൊക്കെ ക്രിസ്ത്യൻസില് ഡിവോഴ്സ് ഒന്നും നടക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യൻ ഫാമിലീസിലും ഡിവോഴ്സ് നടക്കുന്നത്. അതുമാതിരി ഏജ്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സിന്റെ ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴായിരുന്നു ഡിവോഴ്സിന് വന്നത്. ഇപ്പൊ എൻ്റെ കേസസ് ഉണ്ട് 60 years ആയി. അപ്പൊ അതൊരു ശരിക്കൊരു പുതിയ അറിവാണല്ലേ. അപ്പൊ നമ്മുടെ സ്ത്രീകളും മുന്നോട്ട് വരുന്നുണ്ട്, അല്ലാതെ ഏതൊരു ഭർത്താവായാലും ഞാൻ സഹിച്ച് ജീവിച്ചോളും എന്നുള്ള കാഴ്ചപ്പാടിന് സ്ത്രീകൾ പുറത്തു വരുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പൊ അടുത്ത ചോദ്യം മായ ചേച്ചിയോടാണ്. കാരണം മായ ചേച്ചി ഇതേപോലെ തന്നെയുള്ള സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുക്കാനായി വളരെ റിമോട്ട് വില്ലേജസിലും ആദിവാസി ഏരിയയിലും എല്ലാം പോയി ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ് മായ ചേച്ചി. അപ്പൊ മായ ചേച്ചിയോട് ചോദിക്കാനുള്ളത്, പിന്നെ ഈ വില്ലേജ് ഏരിയയിലുള്ള അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള കുട്ടികൾ, പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഈ മാരിറ്റൽ അവരുടെ റിലേഷൻസിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂസ് എന്തൊക്കെയാണ്? അതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഈ സ്വപ്നിൽ സാർ ഇപ്പൊ പറഞ്ഞ ഒരു ട്രെൻഡ് റിവേഴ്സിങ് റൂറൽ ഏരിയയിൽ നടന്നിട്ടുണ്ടോ? കാരണം ഹി ഈസ് മോർ എക്സ്പോസ് ടു അർബൻ പോപ്പുലേഷൻ. ചേച്ചിക്ക് വില്ലേജിലെ ലൈഫ് അറിയാം. അപ്പൊ അവിടെ എന്ത് മാറ്റാണ് സംഭവിച്ചിട്ടുള്ളത് ഓവർ ദ പീരീഡ് ഓഫ് ലാസ്റ്റ് 20 years? ഇപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ സ്ത്രീകളാണ് മുന്നോട്ട് വരുന്നത് ഇതിന് വേണ്ടിയിട്ട്, ഡൈവേഴ്സിന് വേണ്ടിയിട്ട്. ഇത് ഇന്നത്തെ ഇതില് ഇപ്പൊ അവിടെ ഇവിടെ ആയിട്ട് റൂറൽ ഏരിയയിൽ എത്തുന്നുണ്ട്. കാരണം അവിടെ ഏറ്റവും താഴത്തെ കമ്മ്യൂണിറ്റിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ എഡ്യൂക്കേഷൻ്റെ കുറവുണ്ട്, ഫൈനാൻസിന്റെ കുറവുണ്ട്. എൻ്റെ ഹസ്ബൻഡുമാര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിലിപ്പോ ഞങ്ങൾ പോയി 100% ഇപ്പൊ ഞങ്ങൾ ഒരു സർവേ എടുത്തു കഴിയുമ്പോൾ അതിൽ 80% വീടും നമുക്ക് അച്ഛനില്ലാത്ത വീടുകളാവും.
ഇല്ല എന്ന് വെച്ചാൽ മരിച്ചുപോയതോ അതോ ഉപേക്ഷിച്ചതോ? മരിച്ചു പോയതുകൊണ്ട് ഉപേക്ഷിച്ചവരുമുണ്ട്. ആ കുട്ടികളെ ഈ അമ്മ കഷ്ടപ്പെട്ടിട്ട് വളർത്തി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അവർ ഗവൺമെന്റ് സ്കൂളിലാണ് കുട്ടികളെ വിടുക. അവിടെ 7ാം ക്ലാസ് വരെയാണ് ആൾമോസ്റ്റ് ഗവൺമെന്റ് സ്കൂൾസ് ഉള്ളത്. ആ 7ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അവിടെ പഠന സൗകര്യങ്ങളില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അവരുടെ ജീവിതം ആക്ച്വലി വളരെ കഠിന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി അവരെ അഡ്വൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ നമ്മുടെ ഇതിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതിനാണ് ഞങ്ങൾ അവർക്ക് ബാലസംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളും ത്രൂ ആണ് ഞങ്ങൾ അവരുടെ അടുത്ത് എത്തുന്നത്. അവിടെ ചെന്ന് സാറന്മാരുടെ കൂടെ ആ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അവരുടെ പേരൻസിനെ ഞങ്ങൾ വിളിപ്പിക്കും. അവരും കുട്ടികളും ഞങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് പല കുട്ടികളുടെ അടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ കാരണം ആദ്യം തൊട്ട് ഞങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കില്ല. അവര് പേരൻസും സംസാരിക്കില്ല, കുട്ടികളും നമുക്ക് മുഖം തരിക പോലും ഇല്ല. നമ്മൾ ക്ലാസ്സിൽ ചെല്ലുന്നു, എടുക്കുന്നു, ഓക്കെ. പിന്നെ ഞങ്ങള് നിരന്തരമായിട്ടുള്ള ഞങ്ങളുടെ ട്രസ്റ്റിലെ മെമ്പേഴ്സിന്റെ ഇതുകൊണ്ട് പിന്നെ അവർക്ക് വിശ്വാസം വരാൻ തുടങ്ങി. ഞങ്ങൾ അവർക്ക് വേണ്ടി എന്തോ ചെയ്യാനാ വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അവരെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ വിദ്യാഭ്യാസത്തിന്റെ എന്താണ് ഇമ്പോർട്ടൻസ്, അതിന് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ഇതില് ഇന്റേൺഷിപ്പിന് കുട്ടികൾ വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പൊ അവരെ കൊണ്ട് ഇവർക്ക് മോട്ടിവേഷണൽ സ്പീച്ച് കൊടുക്കും, ക്ലാസ്സുകൾ നടത്തി കൊടുക്കും. എന്തിനാ പഠിക്കേണ്ടത്, എന്താണ് പഠിത്തത്തിന്റെ, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനത്തെത്താൻ പറ്റും. കാരണം അവർക്ക് പഠിത്തം എന്ന് പറയുന്നത് അവർക്ക് ആക്ച്വലി സ്കൂളിൽ അവരെന്തിനാ കുട്ടികളെ വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഭക്ഷണം കിട്ടും. അവിടെ അക്ഷയ എന്ന് പറഞ്ഞൊരു നല്ലൊരു സ്ഥാപനമുണ്ട്. അത് ബോംബെയിലെ എല്ലാ മുനിസിപ്പൽ സ്കൂൾസിലും അവരെ ഭക്ഷണം അത് നല്ല സ്വാദിഷ്ടമായ ഏറ്റവും ചൂടായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കൊണ്ടുവരും. ചേച്ചി, ഈ മാരിറ്റൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ് ചോദിച്ചത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു വലിയ ടോപ്പിക്കായി അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ അത് അന്വേഷിച്ചാണ് ഞങ്ങള് ഇവരുടെ വീടുകളിൽ സർവേ എടുക്കാൻ പോയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്ന ആ കുട്ടികൾക്ക് അച്ഛനില്ല, ആ കുട്ടികളുടെ അച്ഛൻ മരിച്ചു. എങ്ങനെ മരിച്ചു? അതിൽ ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ള ഒക്കെ കള്ളു പിടിച്ച് മരിക്കുന്നവരാണ്. അവര് ജോലിക്ക് പോണ എന്തായി കൈത്തൊഴിലുകൾക്ക് പോണത്, അതിനൊക്കെ വേണ്ടിയിട്ട് അവർ പോവാ. തിരിച്ചു വരുമ്പോ ആ കിട്ടുന്ന പൈസ മുഴുവൻ അവർ പിടിച്ചിട്ട് വരിക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ അമ്മയെ തല്ലും. അപ്പോ ഇത് കണ്ടാണ് ആ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പൊ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവർ കാണിക്കുന്നത് ഇതേ പ്രവർത്തികളുടെയാണ്. അപ്പൊ അവരെ ശാന്തരായിട്ട് തിരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോഴേ നമുക്ക് മെല്ലെ മെല്ലെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ കഴിയുക. പിന്നെ ഞങ്ങൾ അവർക്ക് ഡീറ്റെയിൽസ് മീൻസ് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതെന്നൊക്കെ അറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത് അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് അവരെ ഇൻഡിപെൻഡന്റ് എങ്ങനെ ആക്കിയെടുക്കാം. കാരണം അവർക്കൊരു ഇതാണ്, ഇപ്പൊ ഹസ്ബൻഡ് ഇല്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. ഈ കുട്ടികൾ നാളെ ചെയ്യാൻ പോകുന്നത് ഇതേ, ഞാൻ പാത്രം കഴുകുകയാണെങ്കിൽ എന്റെ മോളും ആ പാത്രം കഴുകൽ തന്നെയാണ് എന്നുള്ളതില്ല. പക്ഷെ അതിന്റെ കാരണക്കാരാരാണ്? അമ്മ മാത്രമാണോ? ഈ അച്ഛനല്ലേ? കാരണം അവര് പറയുന്നത് നീയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, നാളെ പോയിട്ട് പാത്രം കഴുകാനുള്ളതാ, അപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇതിൽ കൂടിയാണ് ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു അവയർനെസിന്റെ ഇഷ്യൂ, എഡ്യൂക്കേഷൻ അവിടെ ഇപ്പോഴും സ്ത്രീകൾ മുന്നോട്ട് വരുന്നൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ ചെന്ന് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യിച്ച് അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്ത് അവർക്ക് ലോണിന്റെ സാങ്ഷൻ ആക്കി അവരെ സെൽഫായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ചെയ്യിച്ച് അങ്ങനെ അവര് ആ ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നുണ്ട്, സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതിൽ. അടുത്തത് നീതുവിനോടാണ് ചോദ്യം. നീതു ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. സ്കൂളുണ്ട്, അതുപോലെ റോട്ടറി ക്ലബിന്റെ ഇപ്പൊ പ്രസിഡന്റ് ആവാൻ പോകുന്നതാണ്, അതുപോലെ ടീച്ചിങ് ഉണ്ട്, എല്ലാം ഭയങ്കര ബിസി ലൈഫാണ് ഇപ്പം. അതുപോലെ നീതുവിന്റെ ഹസ്ബൻഡും വർക്കിംഗ് ആണ്, പുള്ളിക്കാരനും 2-3 റെസ്പോൺസിബിലിറ്റി വേറെ ഉണ്ട്. അപ്പൊ ഇത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ നീതുവിന്റെ ഏജിലുള്ള കപ്പിൾസ്
എങ്ങനെയാണ് ഒരു ഹെൽത്തി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നീതുവിന് എനിക്ക് അറിയുന്നിടത്തോളം നല്ലൊരു നല്ലൊരു ഹെൽത്തി റിലേഷൻ ആണെന്ന് വിശ്വസിക്കുന്നത്. എങ്ങനെ ഇത് സാധിക്കുന്നു? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു കപ്പിളില് നീഡഡ് ആയിട്ടുള്ള ബേസിക് ഒരു ക്വാളിറ്റി ഈസ് അണ്ടർസ്റ്റാൻഡിങ്. മൈ ഹസ്ബൻഡ് അണ്ടർസ്റ്റാൻഡ്സ് മീ, ഐ അണ്ടർസ്റ്റാൻഡ് ഹിം. Every time I go out, my husband knows exactly where I am. This is all that is needed. Communication. ഞാൻ എവിടെ പോകുന്നു, എപ്പോൾ വരും, എപ്പോൾ പോകും, ഞാൻ ആരുടെ കൂടെ ഉണ്ട്, my husband knows. And it is vice versa. Just because I am his wife does not mean I am answerable to him. But it is my duty to tell him things. Similar is the case with him. ദീചേട്ടൻ എവിടെ പോകുന്നു, ദീചേട്ടനോട് പറഞ്ഞിട്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഫാസ്റ്റ് പേസ്ഡ് ലൈഫിൽ പോകുമ്പോൾ it is not necessary every morning, every evening, every afternoon we are together. But we make it a point that we talk out the entire day schedule together. We know what we are going to do the next day. So communication is, but before that, before being a husband and wife, my husband is my best friend. So that helps me a lot. Every time I go out, ഇപ്പം സാർ പറഞ്ഞ പോലെ ഞാനൊരു സ്കൂൾ നടത്തുന്നു, ഞാനൊരു അമ്പശ്ശേരി ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ നോക്കുന്നു. എൻ്റെ സോഹം എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. റോട്ടറി പ്രസിഡന്റ് ഇലക്ട് ആണ് ഞാൻ. സാറിനറിയാം നെക്സ്റ്റ് ഇയർ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ധീരജ് സപ്പോർട്ട്. ഇഫ് ഹി ഹാഡ് നോട്ട് സപ്പോർട്ടഡ് മീ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ. സോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു കീ. അത് കൂടെയുള്ള സമയം കുറവാണെങ്കിലും നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കമ്മ്യൂണിക്കേഷൻ മാത്രം കാര്യമില്ല, പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം പ്രേമേട്ടനോടാണ്. പ്രേമേട്ടനെ നമ്മൾ ഇവിടെ വിളിക്കാൻ തന്നെ, ഈ വേദിയിൽ വരാൻ തന്നെ കാരണം അദ്ദേഹം പല രീതിയിൽ പ്രശസ്തനാണ്. മഹാരാഷ്ട്ര ടയർ അസോസിയേഷന്റെ പ്രസിഡന്റാണ്, അമ്പലത്തിന്റെ വൈസ് പ്രസിഡന്റാണ്, സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രേമേട്ടൻ ഇവിടെ വരാൻ അതൊന്നല്ല കാരണം. അതൊന്ന് ഓഫ്. പ്രേമേട്ടന്റെ ഇതെന്ന് വെച്ചാൽ പ്രേമേട്ടൻ ഒരു ബിസിനസ്മാൻ ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിസിനസ് ഒക്കെ ഉള്ള ആളാണ്. അതുപോലെ തന്നെ പ്രേമേട്ടന്റെ ചേട്ടനും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അവർക്ക് സ്വന്തം നിലയ്ക്ക് വേറെ വേറെ വീട്ടിലോ വേറെ വേറെ ബംഗ്ലാവോ ഒക്കെ എടുത്ത് താമസിക്കാം. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒരു വീട്ടിൽ ഒരടുക്കളയാണ്. ഈ രണ്ട് സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം ഒരു വീട്ടിൽ ഒരു ബംഗ്ലാവിലാണ് താമസിക്കുന്നത്, ഒരു കുടക്കീഴിൽ. അത് എങ്ങനെ സാധ്യമാകുന്നു ഈ കാലഘട്ടത്തിൽ? പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഈഗോ ഒരുപാട് കൂടുതലുള്ള ചെറിയ കാരണങ്ങൾ മതി ഫൈറ്റ് ചെയ്യാൻ. അപ്പോ പ്രേമേട്ടൻ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാനൊരു ആകാംക്ഷയുണ്ട്. അപ്പൊ പ്രേമേട്ടയുടെ ആദ്യത്തെ ചോദ്യം, ഈ ഒരു ജോയിന്റ് ഫാമിലിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ്? ഗുണങ്ങളെ കുറിച്ചായിരിക്കും പ്രേമേട്ടന് കൂടുതലും പറയാനുണ്ടാവുക. എന്തൊക്കെയാണ് ജോയിന്റ്? കാരണം നമ്മളൊരു കുട്ടിയെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കുമ്പോ നമ്മള് അവിടെ അച്ഛനും അമ്മയും അവന്റെ സഹോദരൻ, അവരുടെ മോനും മോന്റെ ഭാര്യയും കുട്ടികളും ഓൾറെഡി ഉണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ മോനാണ് കല്യാണം കഴിക്കുന്നത്. ആ വീട്ടിലേക്കാണ് എന്റെ മോള് പോകേണ്ടത്. അപ്പൊ അത് പലരും നെഗറ്റീവ് പോയിന്റ് ആയിട്ട് കാണും. അയ്യോ, അവരുടെ ഇടയിൽ അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്, അതുപോലെ നെഗറ്റീവ് സൈഡ്, ഇതിലെന്താ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത്, നമ്മുടെ പണ്ടത്തെ പോലെയുള്ള കുടുംബങ്ങളല്ല ഇപ്പോൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 പേരൊക്കെ ഒരു വീട്ടിൽ അടങ്ങുന്ന കുടുംബങ്ങളായിരുന്നു. ഇന്ന് ആ സിറ്റുവേഷനിലല്ല പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും മലയാളികൾ പണ്ട് 8-10 പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം മരുന്നിന് 1-2 ഒക്കെ കാണത്തുള്ളൂ. പിന്നെ ദിനേഷ് പറഞ്ഞ ഈ ഏറ്റവും വലിയൊരു പ്രധാനം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടുള്ള ഒരു വിട്ടുവീഴ്ച സ്വഭാവം, മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്ത് തീർക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് പല ഗുണമേ ഉണ്ടാവുള്ളൂ, ദോഷം ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1980 വന്ന ഒരാളാണ്. അപ്പൊ എന്നിൽ നിന്നും 6 മാസം മുമ്പേ ആയിരുന്നു എൻ്റെ ചേട്ടൻ വിജയൻ നായർ, നമ്മുടെ അഡ്വക്കേറ്റിന്റെ സ്വപ്നവർമ്മ സാറിന്റെ ഫ്രണ്ടും കൂടെയാണ്. ഞങ്ങളുടെ അടുത്ത പടോശിയാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് പറഞ്ഞു പോകുന്നത്, അന്ന് അംബർനാഥിൽ താമസിക്കുന്ന സമയത്തും ബാച്ചിലറായിരുന്നു ഞാനും ചേട്ടനും. അത് കഴിഞ്ഞിട്ട് ചേട്ടന്റെ കല്യാണം നടക്കുന്നു. എൻ്റെ ജ്യേഷ്ഠത്തിയുടെ കൂടെ, ജ്യേഷ്ഠത്തി ആഹാരം വെച്ച് കഴിക്കുന്നു, ഞങ്ങളൊക്കെ ഒന്നിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം നടക്കുന്നു, അപ്പോഴും ഒന്നിച്ച് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 2004 അംബർനാഥിൽ നിന്നും ബദലാപൂരിലോട്ട് സ്ഥലം എടുക്കുന്നതും, സ്ഥലം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, വീട് പണി ചെയ്തതും നല്ല രീതിയിൽ അന്നും ഇന്നും. ഇപ്പോൾ കല്യാണമായി, കല്യാണം കഴിഞ്ഞ് മക്കളായി, മക്കളുടെ കല്യാണമായി,
ആ കല്യാണം കഴിഞ്ഞ മക്കൾക്ക് കുട്ടികളായി. എന്നിട്ടും ചേട്ടനും അനുജനും ഇതുവരെ തെറ്റിയിട്ടില്ല, പിരിഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടിലുള്ള സ്വത്ത് പോലും വീതം വെച്ചിട്ടില്ല കേട്ടോ. നാട്ടിലുള്ള സ്വത്ത് പോലും രണ്ടുപേരുടെയും പേരില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏക കാരണങ്ങള് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആണുങ്ങൾ മാത്രമല്ല, അതിന് കൂടെയുള്ള പെണ്ണുങ്ങളുടെ കൂടെ കഴിവ് വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചേട്ടനായി, എന്റെ ചേട്ടത്തിയായി, അല്ലെങ്കിൽ എന്റെ വൈഫായി, അവര് തമ്മിൽ തെറ്റുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വിഷയമാവും. അങ്ങനെ ഇല്ലാതിരിക്കുന്ന കുടുംബം വളരെ കുറവാണ്. പക്ഷെ ഉണ്ടായാലും അത് ആണുങ്ങളെ സെറ്റിൽ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം വെച്ചാൽ നമ്മള് ഒരു കുറച്ചു കാലത്തെ ജീവിതങ്ങളാണ്. ഒരു 100-200 കൊല്ലമൊന്നും ആരും ജീവിക്കാൻ പോകുന്നില്ല, അല്ലേ? ജീവിക്കും. ഇപ്പൊ എനിക്കിപ്പോ 60 വയസ്സോളം ആവുന്നുണ്ട്. ഞാനാകുന്ന ഇനി എത്ര കൊല്ലം ജീവിക്കും? അപ്പൊ ഇതുവരെ ഉള്ള ജീവിതത്തിൽ ഒരു കലകം ഇല്ലാതെ അത് മുന്നോട്ട് പോകരുത്. അത് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ മക്കള് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് മക്കളും ഒന്നിച്ചു പോകുന്നതിൽ നിന്നും പല ഗുണങ്ങൾ, പ്രത്യേകിച്ച് ബോംബെ പോലെയുള്ള, നമ്മളിപ്പം ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ്, നമ്മൾ കേരളത്തിലല്ല കഴിയുന്നത്. അതില് മറ്റുള്ള പലവരുടെയും അസൂയകൾ ഉണ്ടാവും. ഇത് മദ്രാസിൽ लोग आया, आने के बाद देखो कुछ नहीं था, एक टायर का पंचर बना के दुकान चालू किया, अब देखो जगह लिया, कंपनी बनाया, घर बनाया, अभी भी साथ में सब रहता है. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മളിൽ നിന്ന് നമുക്ക് ഒന്നിച്ചു പോകുന്നതില് അതിൽ ലാഭമേ ഉണ്ടാവുകയുള്ളൂ, നഷ്ടം ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ വിട്ടുവീഴ്ചയാണ് ആവശ്യം. ഇപ്പൊ ചിലപ്പോ ചേട്ടൻ പറഞ്ഞ തെറ്റുകൾ ഉണ്ടാവാം, ചിലപ്പോ അനുജനിൽ നിന്ന് തെറ്റുണ്ടാവും, ഭാര്യമാരിൽ നിന്നുണ്ടാവാം, മക്കളിൽ നിന്നുണ്ടാവാം. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എങ്കിൽ കൊണ്ടുപോകാമെങ്കിൽ അതിൽ നിന്ന് ഗുണമേ ഉണ്ടാവുകയുള്ളൂ, ദോഷം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെയും അതിനൊരു അസൂയ ഇല്ല, ആരും കണ്ടോണ്ടിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും നിമ്പും കൂടി കെട്ടി തൂക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം മായ ചേച്ചിയോടാണ്. ചേച്ചി, ഇക്കാലത്ത് പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ എസ്പെഷ്യലി മിഡിൽ ക്ലാസ്സിൽ ഒരുപാട് ഇത് കാണുന്നുണ്ട്. കാരണം ഒന്നിൽ കൂടുതൽ കുട്ടികൾ വേണ്ട എന്നാണ് പലരും തീരുമാനിക്കുന്നത്. കാരണം അവരുടെ ആ സ്ത്രീ, പ്രത്യേകിച്ച് ഫീമെയിലിന്റെ, അവളുടെ കാരിയർ ഭയങ്കരമായിട്ട് അത് ബാധിക്കും എന്നുള്ള. അപ്പൊ ശരിക്കും ഒരു മാരിറ്റൽ റിലേഷൻ സ്ട്രോങ് ആവാൻ കുട്ടികൾ എത്രമാത്രം ക്രിട്ടിക്കലാണ്? അതായത് കുട്ടികൾ എത്ര എണ്ണം വേണം, അതും എപ്പോ വേണം? ചില ആൾക്കാർ ഒന്നാമത്തെ കുട്ടി തന്നെ ലേറ്റ് ആവും, പിന്നെ വിചാരിക്കും ഇനിയിപ്പോ എനിക്ക് രണ്ടാമത്തെ കുട്ടിയും കൂടി പറ്റില്ല. അപ്പൊ അത് അവരുടെ റിലേഷൻ എങ്ങനെ ബാധിക്കും? നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ ടൈമിംഗ് ഓഫ് ഹാവിംഗ് ചിൽഡ്രൻ. ഇത് ഒന്നാമത്തെ കുട്ടികൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇഷ്ടം. കാരണം അവരാണ് ജീവിക്കുന്നത്. ആദ്യം അച്ഛനും അമ്മയും ആവാൻ അവര് തയ്യാറാണോ? കാരണം ഇന്നത്തെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടില്ല. അവരാദ്യം അവരുടെ കരിയർ, അത് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വേണം, പിന്നെ വീട് വന്നു കഴിയുമ്പോൾ കാറ് വേണം. അതൊക്കെ നോക്കി കഴിയുമ്പോഴേ അവര് കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. കാരണം ഇത് ഞാൻ വളരെ അടുത്ത് എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് വന്നതാണ്. അതിലെപ്പോഴും ഇമ്പോർട്ടൻസ് അവരതാ പറയണത്, ഞങ്ങൾ അച്ഛനും അമ്മയും ആവാൻ തയ്യാറാണോ അല്ലേന്ന് പബ്ലിക് അല്ല. കാരണം കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം വിശേഷമൊന്നുമില്ലേ. കാരണം ഈ ചോദ്യം കേട്ട് അവർക്കും മടുത്തു. ഇപ്പൊ അവരെന്നെ ചോദ്യം ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, ഞങ്ങളോട് അത് ചോദിക്കണ്ട, അതിന് സമയമാകുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും വേണോ വേണ്ടെന്നുള്ളത്. പിന്നെ എത്ര കുട്ടികൾ എന്നുള്ളതും അത് അവരുടെ ചിന്തയിലാണ് വരേണ്ടത്. എത്ര കുട്ടി വേണം, എപ്പോ കുട്ടി വേണം, അതുപോലെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ഗ്യാപ്പ് വേണം. കാരണം ഇപ്പോ ചിലര് ഒരു പ്രസവം കഴിഞ്ഞ് ഒരു 1.5-2 വയസ്സാകുമ്പോഴത്തേക്കും വീണ്ടും പ്രഗ്നന്റ് ആവും. അതേസമയം ചിലര് 3 to 5 yearsന്റെ ഗ്യാപ്പ് വയ്ക്കുന്നുണ്ട്. ഈ 1-1.5 വയസ്സിന്റെ ഗ്യാപ്പിൽ വരുന്നവർ അവരെന്താ ചിന്തിക്കുന്ന വെച്ചാൽ 2 കുട്ടികളെ ഒരുമിച്ച് വളർത്തിക്കൊണ്ട് പോവാം. കാരണം അത് കഴിഞ്ഞാൽ അവരുടെ അത് കഴിഞ്ഞ് കുട്ടികളെ പ്രസവം എന്നുള്ളതിൽ അവർക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ വേറെ അതിനൊരു കാര്യം, അമ്മയുടെ ഹെൽത്ത്. കാരണം ഇപ്പൊ 2 പ്രസവം അടുത്തടുത്തെന്ന് പറയുമ്പോൾ അമ്മയുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കണം. അതിനേക്കാൾ ഉപരി മൂത്ത കുട്ടിയുടെ അവർക്ക് നഷ്ടാവുന്ന സ്നേഹം,
കാരണം ഇപ്പോൾ നോർമലി ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായി കഴിയുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിലുണ്ടെങ്കിൽ അതൊക്കെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ടെങ്കിൽ അവരത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഇന്നത്തെ ചെറിയ ചെറിയ വീടുകളിലാകുമ്പോൾ അച്ഛനും അമ്മയും ആ രണ്ടാമത്തെ കുട്ടികളിലേക്ക് ശ്രദ്ധ പോകുന്ന സമയത്ത് മൂത്ത കുട്ടിക്ക് അതൊരു പ്രശ്നമായിട്ട് വരും. കാരണം ഇപ്പൊ ചിലര് കുട്ടികളോട് തന്നെ പറയാറുണ്ട്, ഇപ്പൊ പുതിയ കുട്ടി വന്നില്ല, കുഞ്ഞാവ വന്നു കഴിഞ്ഞാൽ നിന്നെ ആർക്കും വേണ്ട. കാരണം അതാ മുഖത്ത് നോക്കി കുട്ടികളോട് പറയുകയാണ്. പക്ഷെ ആ കുട്ടി മനസ്സിൽ അത് എന്താണ് പരിവർത്തനം ഉണ്ടാക്കുന്നത്, അത് ആ കുട്ടിക്ക് ഫീലാണ്. ആ കുട്ടിക്ക് ആ സമയത്ത് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ കുട്ടിയുടെ ആക്ഷനിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ കുഞ്ഞാവെ അത് ഉള്ളാനും വെച്ചാലും തുടങ്ങും. കണ്ടു കഴിയുമ്പോൾ എനിക്ക് അതിനെ ഇഷ്ടമല്ല, നീ ഇപ്പോ അത് അമ്മമാരോട് തന്നെ കുട്ടികൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഇത് ആക്ച്വലി അച്ഛനും അമ്മയും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കുന്ന തീരുമാനമായിരിക്കണം, എപ്പോ വേണം എത്ര വേണം എന്നുള്ളതൊക്കെ അതില്. ഓക്കെ, താങ്ക് യു ചേച്ചി. അടുത്തത് സ്വപ്ന സാറിനോടാണ്. നമ്മുടെ ഈ സൊസൈറ്റി എന്നുള്ള എക്സ്പെക്ടേഷനും, അതായത് സൊസൈറ്റിയിൽ നിന്ന് എസ്പെഷ്യലി ലേഡീസിനാണ് ഇത് കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഇപ്പോ ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുന്ന സ്ത്രീയെ കുറിച്ച് കുടുംബത്തിൽ നിന്ന് വേറെ രീതിയിൽ പറയും. അതുപോലെ ഇപ്പൊ ഒരു ഭർത്താവ് നാട്ടിലും ഭാര്യ ഗൾഫിലും ജോലി ചെയ്യുന്നവരും അങ്ങനെയുള്ളവരൊക്കെ ഈ നമ്മുടെ സമൂഹം ഒരു പ്രത്യേക രീതിയിലാണ് നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് 8-9 മണിയാകുമ്പോൾ എഴുന്നേക്കുന്ന സ്ത്രീയെ കുറ്റപ്പെടുത്തി, ഇവളെന്താ ഇത്ര മണിക്ക് 9 മണിക്കൊക്കെ എഴുന്നേക്കുന്നത്. അതേപോലെ ഹസ്ബൻഡാണ് 9 മണിക്ക് എഴുന്നേക്കുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ഫാമിലിയും സൊസൈറ്റിയിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് എത്രമാത്രം ഡിസ്പ്യൂട്ട്സും ഡൈവേഴ്സിലേക്കും കിടക്കുന്നുണ്ട്. ഇപ്പൊ നീതു കുറച്ചു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, ധീരജനെയും നീതുവിനെ എനിക്ക് നല്ലോണം ശരിക്കും അറിയാവുന്നുണ്ട്. പെർഫെക്റ്റ് കപ്പിൾ. വെളിയിൽ എന്തൊക്കെ സംസാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ദേ നോ ഈച്ച് അതർ പെർഫെക്റ്റ്ലി. ഇപ്പൊ പറഞ്ഞ പോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവർ. ഇപ്പൊ സോഷ്യലി എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ, ഇപ്പൊ കുറച്ചു മുമ്പ് ആന്റി പറഞ്ഞു കുട്ടി ആയില്ലേ, ഇത്രയും ആയി, കല്യാണം കഴിഞ്ഞില്ലേ. ഇപ്പൊ ഒരു പ്രായം, ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയുന്നു, അയ്യോ മോന്റെ കല്യാണം കഴിഞ്ഞില്ലേ, കല്യാണം കഴിക്കണ്ടേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് അയ്യോ പല്ല് മൂക്കിക്കൂടെ പല്ല് വരും എന്നൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ സോഷ്യലി പറയുന്നതിന് ഇഷ്ടംപോലെ ആൾക്കാർ എന്തെങ്കിലും പറയട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടേ ചിന്തിക്കണ്ടേ. ബാക്കിയുള്ളവർ പറയുന്നവരെ ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടണം. അപ്പം ഇത് ബേസിക്കായിട്ട് ഹസ്ബൻഡ്, ആ വെളിയിൽ എന്തൊക്കെ നടന്നാലും ഹസ്ബൻഡും വൈഫും പ്ലസ് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വെളിയിലത്തെ എന്തൊക്കെ ആയാലും, വെളിയിൽ ഇപ്പോൾ 12 മണിക്ക് ജോലി ചെയ്യുന്ന, അപ്പൊ ജിനീഷ് പറഞ്ഞ പോലെ 12 മണിക്ക് ജോലി ചെയ്ത് വരുന്നവർ, അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണം. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അത് ഹസ്ബൻഡും വൈഫില് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നും വരുന്നില്ല. ലാസ്റ്റ് പക്ഷെ അത് എത്രമാത്രം ഇപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അല്ല. ഇത് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അവർ പറയേണ്ടത് പറയും. പക്ഷെ ഇൻഫ്ലുവൻസ് എപ്പോഴാണ് ചെയ്യുന്നത്, ഈ രണ്ടുപേരുടെയും ഇപ്പൊ പറഞ്ഞ പോലെ ട്രസ്റ്റ് വേണം. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ, ഇവൻ പാരന്റ്സ് പോലെ ആയാലും, പാരന്റ്സ് ആണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡും വൈഫിന്റെ ഇടയ്ക്ക് പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ വീട്ടില്. മോനെ കല്യാണം കഴിപ്പിച്ച് അറേഞ്ച് മാരേജ് ചെയ്ത് അമ്മയും അച്ഛനും കൊണ്ടുവന്ന് ഭാര്യയെ കുറിച്ച് തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഫുൾ ഡേ. അപ്പൊ ഇത് ഹസ്ബൻഡ് ഇങ്ങനെ കേട്ട് അതുകൊണ്ട് കണ്ടോൾ പറഞ്ഞ് അയാളും അങ്ങോട്ട് കയറി ചാടാൻ തുടങ്ങും. അപ്പോഴാണ് ഡിവോഴ്സ് ആയിട്ട് വരുന്നത്. സെൽഫായിട്ട് നമുക്ക് ഒരു സ്വന്തമായിട്ട് ഒരു അഭിപ്രായം വേണ്ട. നമുക്ക് നമ്മുടെ ബുദ്ധി നമ്മളെ യൂസ് ചെയ്യണം. നമുക്ക് സത്യം എന്താ അല്ലെങ്കിൽ ഇതെന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെളിയിലത്തെ ഇൻഫ്ലുവൻസ്, നാച്ചുറലി ആരാണെങ്കിലും വെളിയിലത്തെ ഇൻഫ്ലുവൻസിന് നമുക്ക് എവിടെ വരെ നമുക്ക് ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മളെ ഏത് ബൗണ്ടറി വരെ കീപ്പപ്പ് ചെയ്യണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ കുഴപ്പം വരുന്നില്ല. അപ്പം നമ്മുടെ ഇവിടെ പറയുന്ന പണ്ടേ ഉള്ളതാണ്, നാട്ടിലായാലും ഇവിടെ ആണെങ്കിലും സൊസൈറ്റിയിലെ പല കാര്യങ്ങളും പറയും. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഡൈവേഴ്സിലേക്ക് നീങ്ങുന്ന കേസുകൾ വരുന്നുണ്ടോ? അതായത് ചെക്കനും പെണ്ണിനും പ്രശ്നമൊന്നുമില്ല, പക്ഷെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയും പ്രശ്നമാക്കുന്നത്, ഇത് മോനെ അവൾ ഇങ്ങനെ 9 മണിക്കല്ലേ എഴുന്നേക്കുന്നുള്ളൂ, അതെങ്ങനെ നമുക്ക് ശരിയാവുക? അപ്പൊ ഈ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും ഹസ്ബൻഡ് വൈഫ് അവർ കമ്പാറ്റബിൾ ആണെങ്കിൽ, അവർ അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ ഡിവോഴ്സിൽ പോകത്തേ ഇല്ല. അതാണ്. അടുത്ത നീതുവിനോടാണ്.
അപ്പൊ നീതു ഈ പരിപാടിയിൽ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള ഒരു റെപ്യൂട്ടേഷനിലാണ്. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. അപ്പോ അത് പലർക്കും ആ ഒരു ടേമില് വിളിക്കുന്നത് ഒഫൻഡിങ് ആയിട്ട് തോന്നും കേട്ടോ. എന്നോട് ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചു, ഇതെന്താ ഫെമിനിസ്റ്റ് എന്ന് വെച്ചിരിക്കുന്നത്, അതൊരു ഡെസിഗ്നേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ദാറ്റ് ഇസ് വാട്ട് ഷീ ഈസ് ആൻഡ് ദെർ ആർ മെനി പീപ്പിൾ അങ്ങനെയുള്ളവരുണ്ട് അല്ലെ. ഇപ്പൊ ഞാനും ആ ഒരു സ്ത്രീ സമത്വത്തിന് വാദിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളിവിടെ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി അടിച്ചുവാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു കമ്മിറ്റി അംഗം, പുരുഷ കമ്മിറ്റി അംഗം. അപ്പൊ ഒരു സ്ത്രീ കമ്മിറ്റി അംഗം കയറി വരുന്നു. അപ്പോ പറഞ്ഞു ഞാൻ അടിച്ചു വരാം എന്ന് പറയുന്നു ആ സ്ത്രീ. അപ്പൊ പുരുഷ സ്ത്രീ വന്നല്ലോ, അപ്പൊ ഇനി എന്തിനാ ഞാൻ അടിച്ചു വരുന്നേ എന്ന് പറഞ്ഞ് ഉടനെ ചൂല അവർക്ക് കൊടുക്കുന്നു. അതായത് നമ്മളങ്ങ് കൽപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ അടിച്ചു വാരുക എന്നുള്ളത് സ്ത്രീയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അയാൾ ഏതായാലും അത് ചെയ്യായിരുന്നു. പക്ഷെ ഒരു സ്ത്രീ വന്നു എന്നുള്ളത് കൊണ്ട് ചൂല ആ സ്ത്രീക്ക് കൈമാറുന്നു. അപ്പൊ ഈ ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റി, പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ആ ഒരു കാഴ്ചപ്പാട് എത്രമാത്രം പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് മാരിറ്റൽ റിലേഷൻസിൽ. അതായത് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് ഹസ്ബൻഡ് ഫാമിലിയിലുള്ളവർക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ. മരുമോൾ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല, മരുമോൾ ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല, മരുമോൾ അത് ചെയ്യാൻ പാടില്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് യുവർ ഫാമിലി. പക്ഷെ നീ ഇതൊരു സോഷ്യൽ വർക്കറും കൂടിയാണല്ലോ. പുറത്ത് ഇത് എത്രമാത്രം ഇപ്പോഴും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ഡസ് എഫക്ട്. ലക്കിലി ഫോർ മീ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. അച്ഛനും അടിച്ചു വരും, അമ്മയും അടിച്ചു വരും, ധീരജും അടിച്ചു വരും, ഞാനും അടിച്ചു വരും, എല്ലാവരും അടിച്ചു വരും. സോ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഡെസിഗ്നേറ്റഡ് ആയിട്ട് ജോലിയൊന്നുമില്ല. എല്ലാവരും എല്ലാ പണിയും ചെയ്യും. Nobody waits for anybody to do it. But yes, I have seen many families where the lady of the house is supposed to do everything. Yes, it does affect the lady. Mental health of that lady is affected. And it can lead to a conflict or a divorce like situation where the husband is not ready to do it. I will not name the person, but there is a friend of mine जिसके घर में A to Z काम वो करती है. हस्बैंड का यूनिफॉर्म निकाल के रखने से, हस्बैंड ने निकाला वो यूनिफॉर्म निकाल के वापस रखने तक, she does it. But then it is her choice. If she is happy doing it, then it will not lead to divorce. Because there are wives who are happy doing that. But there are people who मैं क्यों करूँ? I am also a human being. I also get tired. मैं अभी ऑफिस से आती हूँ, मैं फिर ये क्यों करूँ? बट इन आवर इंडियन सोसाइटी things are changing, positive things are happening, but to what rate I don't know. I cannot comment on that. लेकिन I think like upbringing the samayat we Malayalis we don't force it on children. Like I have seen many Malayalis with daughters. In fact, in Kerala also or in Mumbai also, നമ്മൾ പെമ്പിള്ളേരെ പഠിപ്പിക്കാനാണ് കൂടുതലായിട്ട് ഇൻസ്പയർ ചെയ്യുക. I am a mechanical engineer, like many people know. We were 5 girls and 200 boys. So patriarchy पहले से ही I am experiencing. But then how much to resist is within you. मेरे को नहीं लगता है कि मेरे क्लास में या मेरे फ्रेंड्स ने या मेरे where I used to work, like I was the only lady professor when I was working in Dilkap. We had 25 staff, 24 male members and 1 female. But I never got that exception कि no, she is a female, so we will do her work. ऐसा नहीं था. There was always equality, and that is where my feminist genes came in from. कि नहीं, everybody, feminism is not about supporting women. It is about gender equality. Like अभी भी बहुत बार ऐसा होता है कि in a recent case men are traumatized, women victimize men. This happens in many of the cases. So आप समय तुम a feminist comes into action. So even when you put my name as feminist, when people call me तेरे नाम के आगे feminist क्यों रखा है, मैं बोली देखो पता है ना मैं मर्दों को सपोर्ट करती हूँ इसलिए. So basically your question was कि patriarchal society. Now if you see my house, like yes, we are a patriarchal family. Our dad decides things, but it is up to us how much to let him do it. We don't disrespect him in any manner, but nowadays even he has changed. He understands our needs and he has modified himself accordingly. So this is happening in the society. People are getting educated and people are modifying themselves. അതെ, ഇപ്പം പ്രായമുള്ളവർ കുറെ ആൾക്കാർ ഈ മാറ്റം കാണുന്നുണ്ട്. അവർ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്നുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം,
ഞാൻ പേഴ്സണൽ സൈഡ് നല്ല ചോദിക്കുന്നത് ജനറൽ, നമ്മളൊരു മാരിറ്റൽ റിലേഷനിൽ നമ്മുടെ ബൗണ്ടറീസ് എത്രയായിരിക്കണം? അതായത് നമുക്ക് ഇപ്പൊ നീതു പറഞ്ഞു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്, എന്നെ കുറിച്ചുള്ള എല്ലാം എന്റെ ഹസ്ബൻഡിന് അറിയാം, ഹസ്ബൻഡിനെ കുറിച്ചുള്ള എല്ലാം നീതുവിന് അറിയാം. പക്ഷേ വാട്ട് ഇഫ് യു വാണ്ട് ടു കീപ്, സോ ഫോർ എക്സാമ്പിൾ എന്റെ 10th ഉണ്ടായിരുന്ന ഒരു ക്രഷ്, ഷീ ഈസ് നൗ കാച്ചിങ് മീ ഓൺ ഫേസ്ബുക്ക് ആൻഡ് ഷീ വാണ്ട്സ് ടു ചാറ്റ് വിത്ത് മീ. ബട്ട് ഇഫ് മൈ വൈഫ് നോസ് ഇറ്റ് ബി എ പ്രോബ്ലം. ഇത് യൂട്യൂബിലിട്ട പ്രശ്നമല്ല, അവള് കാണും. അപ്പൊ എന്റെ ആഗ്രഹം ഇത് അവളോട് പറയാണ്ട് എനിക്ക് ചാറ്റ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പമില്ല, വി ആർ നോട്ട് ഹാവിംഗ് എ റിലേഷൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആ ഒരു ലിമിറ്റേഷൻ, ആ ബൗണ്ടറി ഏതുവരെ ആയിരിക്കണം? ഈസ് ഇറ്റ് ഓക്കെ ടു കീപ് സം സീക്രറ്റ്സ് ഈവൻ വിത്ത് യുവർ പാർട്ട്ണർ? No, it isn't. For me, it isn't. I open up everything to my but in general, like, see, there is a consensus within everybody. So if I'm doing something wrong, or if somebody is doing something wrong, अंदर से एक आवाज आती है, तू गलत जा रही है. The moment that voice comes, you should stop. Till then it is okay. Till then it is okay. If I am catching up with a friend of mine, like I said, I don't have female friends. Like, I have very, very few female friends, and those are my sister-in-laws. Like everybody knows. So my husband is used to me catching up with so many of my friends, and similar is the case. I know where, to what extent he can go. If I am confident कि ये गलत नहीं जाएगा, तो issue ही नहीं होगा. If I trust, and उसके बाद अगर वो गया तो फिर मैं देख लूंगी, वो अलग बात है. അപ്പൊ പിന്നെ സീക്രട്ട് വെക്കാലോ നമുക്ക്. ഇഫ് അതായത് അവള് കോൺഫിഡന്റ് ആണ്, അതായത് എന്റെ വൈഫ് കോൺഫിഡന്റ് ആണ്, എന്റെ ഹസ്ബൻഡ് എന്നെ ചീറ്റ് ചെയ്യില്ല. പക്ഷേ ചേട്ടൻ ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട്, ചേട്ടൻ വിജയച്ചനെ ചീറ്റ് ചെയ്യൂല, പിന്നെ ചേട്ടൻ എന്തിനാണ് സീക്രട്ട് വെക്കുന്നത്? ദാറ്റ് ഈസ് മൈ ആൻസർ. If you know you are very loyal to her, then you will have no secrets with her. This is my point. മായ ചേച്ചിയാണ് അടുത്ത ചോദ്യം. ചേച്ചി, ഈ ഒരു റൂറൽ വില്ലേജസിലെ പ്രോബ്ലംസ് സ്ത്രീകളുടെ, കാരണം ഭയങ്കര ഹാർഷ് റിയാലിറ്റിയാണ് നമ്മൾ അറിയുന്നത് ചേച്ചിയിലൂടെ. അവിടെയുള്ള, കാരണം പലർക്കും അച്ഛനില്ല എന്ന് പറയുന്നത് പല കുട്ടികൾക്കും. അപ്പോ ഈ എഡ്യൂക്കേഷന്റെ റോൾ എന്താണ്? അതായത് ഇഫ് വി ക്യാൻ എഡ്യൂക്കേറ്റ് ദം, നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഈ റൂറൽ ഏരിയയിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ മാരേജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതും ജെൻഡർ ഇക്വാലിറ്റിയിലും ഒരു പരിധിവരെ ഒരു പരിഹാരമാവും തോന്നുന്നുണ്ടോ? യെസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. കാരണം അവരെ എഡ്യൂക്കേഷനിൽ കൂടെ മുന്നോട്ട് കൊണ്ടുവരിക. അതായത് എഡ്യൂക്കേഷൻ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പല പല രീതികളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ് ഇരുത്തി പഠിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾ പഠിക്കണമെന്നില്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്ന, സ്കോളർഷിപ്പ്, അതായത് അവർക്ക് മോട്ടിവേഷൻ, അത് ഞങ്ങൾ വേറെ ഒരു സംസ്ഥയുടെ കൂടെ ചേർന്ന് അവിടുന്ന് ഡൊണേഷൻ, ഇത് സ്കോളർഷിപ്പിനുള്ള ഫോം വാങ്ങി സ്കൂളിൽ കൊടുത്ത് ഇത്രയും പെർസെൻറ്റേജ് കൂടുന്ന ഒരു പെർസെൻറ്റേജ് ഒക്കെ ഇട്ട് ക്രൈറ്റീരിയ ആയിട്ട് അതേ ഫോമില് അത് ഉള്ള കുട്ടികൾക്ക് ഞങ്ങൾ ഒരു വർഷം ഇത്രയും സ്കോളർഷിപ്പ് കൊടുക്കും. അപ്പോൾ ഇതൊരു ടെമ്പിൾ ട്രസ്റ്റാണ്. അപ്പോൾ ടെമ്പിൾ ട്രസ്റ്റിന് ക്രൈറ്റീരിയ ഉണ്ട്, അവരെല്ലാ കുട്ടികൾക്കും കൊടുക്കില്ല. അപ്പം അങ്ങനെ കൊടുക്കാത്ത കുട്ടികളും ഇതിനേക്കാളും മാർക്ക് വാങ്ങിയതുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ട്രസ്റ്റ് ആ കുട്ടികൾക്കും ചെയ്യാം. അപ്പോൾ ഈ ഞങ്ങളുടെ 2 ട്രസ്റ്റും ഒരുമിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ സ്കൂളുകളിലെയും 350 കുട്ടികളെ കൂടുതലൊക്കെ ഉണ്ടാവാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് എല്ലാം. അതെ ചേച്ചി, നിങ്ങളുടെ ട്രസ്റ്റ് ചെയ്യുന്ന കാര്യം റിയലി ഗ്രേറ്റ്. ഇപ്പോ അവിടുത്തെ എഡ്യൂക്കേഷൻ ലെവൽ എന്താണ്? അതായത് ഒരു 10th വരെ പഠിച്ച ലേഡീസ് എത്ര പെർസെന്റേജ് ഉണ്ടാവും? 10th വരെ പഠിച്ച ലേഡീസ് എന്ന ഏരിയ 1-2. യെസ്. 8ാം ക്ലാസ് കഴിഞ്ഞവര് പോലും അത്രയേ ഉള്ളൂ. ഇന്ന് ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുണ്ട് 2 വർഷത്തിന് മുമ്പ്. ആ കുട്ടി ബ്രില്യന്റ് കുട്ടി, കാരണം ആ സ്കൂളിൽ 8ാം ക്ലാസ് വരെ ഉള്ളൂ. നല്ല കുട്ടി, കാണാൻ ഗുഡ് ലുക്കിംഗ്, ആൻഡ് ഉസ്ക ഹാൻഡ് റൈറ്റിംഗ്, ഡ്രോയിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര പെർഫെക്റ്റ് ആണ്. എല്ലാ കുട്ടികൾക്ക് പോലും ഇത്രയും കഴിവുകൾ ഉണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞ് ആ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത സ്കൂൾ റീഓപ്പണിങ് ചെയ്യുക, ആ കുട്ടിയെ അപ്പം ഞാൻ ടീച്ചേഴ്സിനെ വിളിച്ചു, ഈ കുട്ടി എവിടെ പഠിക്കാൻ ചേർന്നിട്ടുള്ളൂ, അതിൻ്റെ പഠിപ്പ് നിർത്തി. അപ്പം ഞാൻ ചോദിച്ചു എന്തേ? ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ സംസാരിച്ച് നോക്കിയില്ലേ പേരൻസിനെ വിളിച്ചിട്ട്? അപ്പം ഞങ്ങൾ വിളിപ്പിച്ച് നോക്കി, വന്നില്ല. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഞാൻ ആ കുട്ടിയെ സ്കൂളിൽ മുന്നിൽ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു ആ കുട്ടിയോട്, നീ എന്താ ചെയ്യണപ്പോൾ? ഞാൻ വീഡിയോയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു, എന്തേ നീ പഠിക്കാൻ പോയില്ല? അമ്മ പറഞ്ഞ് പഠിക്കണ്ട.
അതായത് ആ വീട്ടുജോലിക്ക് പോകുമ്പോ ആ കുട്ടി വാങ്ങുന്ന ശമ്പളം ഒരു 8,000 to 10,000 രൂപയുടെ ഉള്ളിൽ അവർക്ക് ശമ്പളം കിട്ടും. വീട്ടുജോലിക്ക് ഒരു വലിയ വലിയ വീടുകളിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബോംബെ സൈഡിലെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് ആ പൈസയാണ് മസ്റ്റ്. എഡ്യൂക്കേഷൻ വേണ്ട ആ കുട്ടികൾക്ക്. പക്ഷെ അതല്ല, ആ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഫൈനാൻസ് സപ്പോർട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ടാലന്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ആ കമ്മ്യൂണിറ്റി. എനിക്ക് തോന്നുന്നു നമ്മളെ സമാജം അതുപോലുള്ള ചേച്ചിയുടെ ട്രസ്റ്റിനൊക്കെ ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങൾ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ്. അടുത്ത സ്വപ്ന സാറിനോടാണ് ചോദ്യം. കമ്മിങ് ബാക്ക് ടു ദ ലീഗൽ ആസ്പെക്ട് ഓഫ് ഇറ്റ്. അതായത് ഈ ഒരു 25 വർഷം നമുക്ക് പണ്ടൊക്കെ സ്വപ്ന സാർ ഒരു തമാശ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരുമിച്ച് ചേരുന്നുള്ള എനിക്ക് തോന്നുന്ന കപ്പിൾസിനോട് ഞാൻ എന്റെ വക്കീൽ ഫീസ് പറയും, അപ്പൊ തന്നെ അവര് ഒരുമിച്ച് ചേർന്ന് നമുക്കിത് കേസ് വേണ്ട, നമ്മൾ ഒരുമിച്ച് ജീവിച്ചോളാം പോകുന്നു പറഞ്ഞു. അപ്പൊ ഈ 25 വർഷം കൊണ്ട് ഇത് സിംപ്ലിഫൈ ആയോ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിത്ത് റിഗാർഡ്സ് ടു ഡൈവേഴ്സ്? ഈ 25 വർഷം കൊണ്ട് ഹാസ് ഇറ്റ് ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ് ഓർ ഹാസ് ഇറ്റ് ബിക്കം സിംപ്ലിഫൈഡ്? ഇപ്പം ലീഗലായിട്ട് ലോയിൽ ഇഷ്ടംപോലെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് വന്നിട്ടുണ്ട്, പണ്ടില്ലായിരുന്നു. അപ്പം എസ്പെഷ്യലി ഡൊമസ്റ്റിക് വയലൻസ് നമ്മുടെ ഇവിടെ അടിയും പിടിയും എസ്പെഷ്യലി വിമൻസിന്റെ അഗേൻസ്റ്റ് ഒത്തിരി പണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സൊസൈറ്റിയിൽ കുറവാണെങ്കിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. കുടിച്ചിട്ട് വന്നിട്ട് അടിയോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വൈഫ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം ശമ്പളം പിടിച്ചെടുക്കുക, ബാങ്കിന്റെ പാസ്ബുക്ക് ആയാലും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എല്ലാം ഹസ്ബൻഡ് കയ്യിൽ വെച്ച് അടിച്ച് പിടിച്ച് അങ്ങനെ പലതും ഉണ്ട്. സമയത്തിന് വരുന്നില്ല, സമയത്തിന് അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള പൈസ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസസ് ഒക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിവിൽ കേസ് അല്ലെങ്കിൽ ക്രിമിനൽ IPCയുടെ അണ്ടറിൽ നമുക്ക് ഫയൽ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒത്തിരി സമയം എടുക്കുമായിരുന്നു. പക്ഷെ അതിന് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നത് കൊണ്ട് വിമൻസിന് നല്ല അതിൽ റിലീഫ് ഉണ്ട്. കാരണം പെട്ടെന്ന് ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് ഇട്ട് കഴിഞ്ഞാൽ ജഡ്ജ് പെട്ടെന്ന് കോഗ്നിസൻസ് എടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യും. സമയമെടുക്കും കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ, എന്നാലും അതൊരു നല്ലൊരു ചേഞ്ചാണ്. പിന്നെ ഡിവേഴ്സ് പണ്ട് രണ്ട് ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ചേർന്ന് നമുക്ക് യോജിക്കാത്ത കല്യാണമാണ് അവർ ഡിസൈഡ് ചെയ്യുക, അടിച്ചും പിടിച്ചൊന്നും ജീവിക്കണ്ട, നമുക്ക് ഡിവേഴ്സ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവേഴ്സിന് പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കാരണം നമുക്ക് സിവിൽ കോർട്ടിൽ ഫയൽ ചെയ്യേണ്ടി വരുമായിരുന്നു. അതിന് നമുക്ക് മാട്രിമോണിയൽ കോർട്ട്, ഫാമിലി കോർട്ട് കുറവായിരുന്നു പണ്ട് ബാൻഡ്രയിൽ ഒരു ഫാമിലി കോർട്ടേ ഉള്ളായിരുന്നു. ഇപ്പൊ കല്യാണിലായാലും ഥാനയിലായാലും ഇപ്പൊ നാട്ടിൽ തന്നെ ഇഷ്ടം എല്ലാ ഡിസ്ട്രിക്റ്റിലെ ഫാമിലി കോർട്ട് ഉണ്ട്, വിച്ച് ഡീൽസ് ഓൺലി വിത്ത് മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ്. മറ്റേ ലാൻഡ് ഡിസ്പ്യൂട്ട് ആയാലും അടിയും പിടിയും മറ്റേ ക്രിമിനൽ ഇതിന്റെ ഇടയ്ക്ക് പണ്ട് നമ്മുടെ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ അതിന് ലെങ്തി ടൈം എടുക്കുമായിരുന്നു. കാരണം ജഡ്ജിന്റെ അടുത്ത് 500 കേസസാ ഒരു ദിവസം. ആ 500 കേസിന്റെ അകത്ത് നമുക്ക് മാട്രിമോണിയൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സമയമില്ല. കാരണം ബാക്കി ഇഷ്ടം പോലെ കേസസ് അർജന്റായിട്ട് ഹിയറിംഗിന് വേണ്ടി ഇഷ്ടം പോലെ കേസ് വരുമ്പോൾ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഒന്ന് തള്ളുമായിരുന്നു. അപ്പോൾ 5-10 വർഷമൊക്കെ എടുക്കുമായിരുന്നു ഒരു ഡിവേഴ്സ് എടുക്കണമെങ്കിൽ. മ്യൂച്വൽ കൺസെന്റിലാണെങ്കിൽ കുറച്ചുകൂടെ സമയം എളുപ്പം കിട്ടുമായിരുന്നു. ഇപ്പൊ അതിന് വേണ്ട ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫാമിലി കോർട്സ് ഉള്ളതുകൊണ്ട് ആ ഒരു സിസ്റ്റം നല്ലതാണ്. പെട്ടെന്ന് ഫാമിലി കോർട്ടിൽ പോയി വേണ്ട കാര്യങ്ങൾ ഫാമിലി റിലേറ്റഡ് ഇത് കിട്ടുക. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ക്രിസ്ത്യൻസ്, നമ്മുടെ ക്രിസ്ത്യൻസ് ഇല്ല ഇഷ്ടം, ക്രിസ്ത്യൻസില് പണ്ട് മ്യൂച്വൽ കൺസെന്റ് ഡിവേഴ്സിനുള്ള ഗ്രൗണ്ടേ ഇല്ലായിരുന്നു. ഹിന്ദു ലോയില് മ്യൂച്വൽ രണ്ടുപേരും കൂടെ ചേർന്ന് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡിവേഴ്സ് കിട്ടും. പക്ഷേ ക്രിസ്ത്യൻസിന് രണ്ടുപേരും വേറെ റൂൾസ് ഉണ്ട്. ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻ ആക്ട് ആണ്, ഹിന്ദുവിന് ഹിന്ദു മാരേജ് ആക്ട് ആണ്, പാർസിക്കാർക്ക് പാർസി ആക്ട് ഉണ്ട്, മുസ്ലിംകാരുടെ മുസ്ലിം ആക്ട് ഉണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലീജിയസ് ആണെങ്കിൽ അവരുടെ ആക്ട് തന്നെ വേറെയാണ്. അപ്പൊ അങ്ങനെ പലതരം. അപ്പൊ ക്രിസ്ത്യൻ മാരേജ് ആക്ടില് ഡിവേഴ്സിന്റെ ബൈ മ്യൂച്വൽ കൺസെന്റ് എന്ന് പറഞ്ഞ സെക്ഷനേ ഇല്ലായിരുന്നു അതുവരെ. എസ്പെഷ്യലി ഒരു ഫീമെയിലിന് ഹസ്ബൻഡിന്റെ അഗേൻസ്റ്റ് ഹസ്ബൻഡ് ഭയങ്കര പോക്ക് കേസ് ആയിരുന്നു എന്ന് വിചാരിച്ചു. എങ്ങനെയും വൈഫിന് ഡിവേഴ്സ് എടുക്കണം, വൈഫിന് ഗ്രൗണ്ടേ ഇല്ലായിരുന്നു. കാരണം അവർക്ക് ഒന്നെങ്കിൽ അഡൾട്ടറി പ്രൂവ് ചെയ്യണം,
അഡൾട്ടറി അലോങ് വിത്ത് ക്രൂവൽറ്റി എന്ന് ഉള്ള ഒരു ഗ്രൗണ്ട് ആയിരുന്നു പണ്ട്. അപ്പൊ അതൊക്കെ ചേഞ്ച് ചെയ്തു. അതിന് അമെന്റ്മെന്റ് വന്നു, ആക്ടിൽ ചേഞ്ച് വന്നു, മ്യൂച്വൽ കൺസെന്റ് അതിലും ആയി. അതിലും മ്യൂച്വൽ കൺസെന്റിന് ഹിന്ദുവിന് 1 year വെയിറ്റിംഗ് പീരീഡ്, പണ്ട് 6 months വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. 1 year മാരേജ് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണിന്റെ ഞാൻ എപ്പോഴും അന്ന് ജിനേഷിന്റെ അടുത്തായിരുന്നു പറഞ്ഞത്, കല്യാണം ഒരു ദിവസം കൊണ്ട് കഴിയും, പക്ഷേ ഡിവോഴ്സ് എടുക്കണമെങ്കിൽ മിനിമം 1 year നിൽക്കേണ്ടി വരും. പെട്ടെന്നൊന്നും ഡിവോഴ്സ് കിട്ടത്തില്ല. കാരണം ആഫ്റ്റർ മാരേജ് 1 year കഴിഞ്ഞ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഡിവോഴ്സിന്റെ പെറ്റീഷൻ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ ഒക്കത്തുള്ളൂ കോർട്ടിൽ. അതിനു മുമ്പ് നിങ്ങൾ നേരത്തെ ഒരു 6 മാസത്തിൽ കഴിഞ്ഞ് ഞങ്ങൾക്ക് ശരിയാവുന്നില്ല, കല്യാണം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് എന്റർടൈൻ. കാരണം ലോയിൽ പറഞ്ഞിട്ടുണ്ട്, ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ 1 year ഓൺലി യു ക്യാൻ ഫയൽ എ ഡിവോഴ്സ് മാറ്റർ ബിഫോർ ദ കോർട്ട്. അപ്പം ഇന്ത്യൻ ക്രിസ്ത്യൻ ആക്ടില് അവർക്ക് 2 years വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. നമ്മുടെ ഹിന്ദുവിൽ 1 year ആണെങ്കിൽ അവരുടെ ക്രിസ്ത്യൻസിന് 2 साल का വെയിറ്റിംഗ് പീരീഡ്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 1 മാസം 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് അവർ കല്യാണം കണ്ടിന്യൂ ചെയ്യാൻ ഒക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പക്ഷെ അവർക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടത്തില്ലായിരുന്നു. കാരണം 2 years അവരെ എങ്ങനെ, അപ്പൊ 2 വർഷം നമ്മുടെ ലൈഫിന്റെ ഇമ്പോർട്ടന്റ് ടൈം പോവാ. അപ്പം അങ്ങനത്തെ ഉള്ള അമെന്റ്മെന്റ് വന്നു. അപ്പം അവരുടെ 2 yearsന്റെ പകരം 1 year. അതൊക്കെ കേരള ഹൈക്കോർട്ട് എന്നുള്ള പല ജഡ്ജ്മെന്റ് വന്നുകൊണ്ടാണ് അമെന്റ്മെന്റ് വന്നത്. നമ്മുടെ കേരളത്തിലെ ഹൈക്കോർട്ട് ഇറ്റ്സ് വെരി നല്ല ജുഡീഷ്യറിയാണ്. നമ്മുടെ ഒത്തിരി ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് കേരള ഹൈക്കോർട്ട് തന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ ആക്ടിൽ പല അമെന്റ്മെന്റ് വന്നത്. അപ്പം പിന്നെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പൽസറി സിസ്റ്റം ചെയ്തു. പണ്ട് കൗൺസിലിംഗ് ഇല്ലായിരുന്നു. പണ്ട് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഫയൽ ചെയ്യുക, അത് ഡേറ്റ് താരീഖ് ആയി കഴിഞ്ഞാൽ ഡിവോഴ്സ് കിട്ടുന്നു. ഇപ്പം കൗൺസിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് ഒരു കൗൺസിലിംഗില് ജഡ്ജ് തന്നെ ഇരുന്ന് 2 ഹസ്ബൻഡും വൈഫിന്റെ അടുത്തും അതിനെ സ്പെഷ്യൽ കൗൺസിലർ ആയിട്ട് അവരെ ഒന്ന് വിളിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. മാരേജില് എന്ന് പറഞ്ഞാൽ കോർട്ട് എന്താ ശ്രമിക്കുന്നത്, മാരേജ് ഡിവോഴ്സിലോട്ട് പോകാൻ പാടില്ലെന്നാണ് ഒരു കൺസെപ്റ്റ്. ആ ഡിവോഴ്സ് കൊടുക്കാൻ പാടില്ലെന്നാണ് കൺസെപ്റ്റ് ആക്ച്വലി പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കുന്ന അല്ല. അപ്പൊ അവർ ദേ വിൽ ട്രൈ ദ ലെവൽ ബെസ്റ്റ് ടു പാച്ച് അപ്പ് ദ മാരേജ്. അവർ ഡിവോഴ്സ് കൊടുക്കാതെ ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം കൗൺസിലിംഗ് ഒക്കെ വന്നപ്പോൾ പല മാരേജസ് ചെറിയ ചെറിയ വഴക്കൊക്കെ അവർ പറഞ്ഞിപ്പോ മുമ്പ് പറഞ്ഞ പോലെ നമ്മള് ഹൈ ഫീസ് 2 ലക്ഷം രൂപയാവും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ട, ഡിവോഴ്സ് വേണ്ട നമുക്ക് വീട്ടിൽ പോയി ഇരിക്കാം. അങ്ങനെയൊക്കെ പല മാരേജസില് ഡിവോഴ്സ് വരെ എത്തിയ സാധനങ്ങള് അവര് ഡിവോഴ്സ് തിരിച്ച് ഒരുമിച്ച് ജീവിച്ച് ഇപ്പം നല്ലതായിട്ട് പോകുന്ന ഇഷ്ടം പോലെ കേസുണ്ട്. പിന്നെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് റീമാരേജ് ചെയ്ത സെയിം പേഴ്സൺ ഡിവോഴ്സ് കഴിഞ്ഞു തിരിച്ച് അവർ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോ ഇവര് നമ്മൾ തന്നെയാണ് നല്ല ജോഡി എന്ന് പറഞ്ഞ് തിരിച്ച് റീമാരേജ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ പല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് വരുന്നോണ്ടിരിക്കുക. ഇപ്പം നമ്മളിപ്പോ ചോദിച്ചില്ലേ പല റിലീജിയൻസിന് പല റൂൾസും, അതൊക്കെ യൂണിഫോം സിവിൽ കോഡില് ഒറ്റ ആക്ടിൽ തന്നെ എല്ലാ റിലീജിയൻസും വരും. അത് വേണ്ട ഒരു ആവശ്യമാണ്. കാരണം പലരും ക്രിസ്ത്യനും ഹിന്ദുവും ഇതെല്ലാം മനുഷ്യന്മാർ തന്നെയല്ലേ, അവർക്ക് ഒരു ഒറ്റ ആക്ട് തന്നെ വേണ്ടി വരും. ഓക്കെ, താങ്ക് യു. അടുത്ത ചോദ്യം പ്രേമാട്ടിനോടാണ്. ഇപ്പം നാട്ടില് നല്ല ഭരണമാണെന്ന് ചോദിച്ചാല് അല്ലെ, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയും നല്ല ഭരണം, കോൺഗ്രസ്സുകാരെ പറയും മോശം. അതുപോലെ പ്രേമാട്ടിനോട് ചോദ്യം ചോദിക്കുന്നത് ശരി. അതായത് നമ്മുടെ മക്കളെ കല്യാണം കഴിച്ച് അയക്കുമ്പോ അതിപ്പോ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്കാണ് പോകുന്നത്. അതായത് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പ്രേമാട്ടന്റെ പോലെയുള്ള ഒരു കുടുംബത്തിലേക്കാണ് മകളെ പറഞ്ഞേക്കേണ്ടത്. അത് ഒരു ഹെൽത്തി മാരിറ്റൽ റിലേഷൻസിന് അവർ പുതുതായിട്ടൊരു ബന്ധം പടുത്ത് ഉണ്ടാക്കാൻ പോവുകയാണല്ലേ. അപ്പൊ അത് ഏതായിരിക്കും ബെറ്റർ? ഒരു ഹെൽത്തി, ഇപ്പൊ നേരത്തെ സ്വപ്ന സാർ കുറെ എക്സാമ്പിൾ പറഞ്ഞു. അതായത് അവര് ഹാപ്പി ആണെങ്കിലും ചിലപ്പോ അച്ഛനും അമ്മയും കുറെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. കാരണം ഇവർ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പോയി പറയും. അപ്പൊ അവന്റെ മോനെ നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഉപദേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നു ഇവരുടെ രണ്ടാളുടെ ലൈഫിൽ. ചിലപ്പോ അവര് പ്രത്യേകം വേറെ വീട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ നല്ലത്? ഇപ്പോ പല സ്ഥലത്തും പല ടൈപ്പുകളാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആകിലും പുതിയ ജനറേഷനിൽ വന്നിട്ട് ഈ സഹോദരങ്ങള് എല്ലാം കല്യാണങ്ങള് ആയി കുറച്ച് കാലഘട്ടത്തേക്കെങ്കിലും അവർ സെപ്പറേറ്റ് ജീവിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. സപ്നൻ സാറ് പറഞ്ഞതും മായ ടീച്ചർ പറഞ്ഞതും നിത്തു പറഞ്ഞത് എല്ലാത്തിനും ഞാൻ യോജിക്കുന്നത് ഒരു കാര്യമാണ്.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫിനെ കാട്ടി പ്രശ്നക്കാര് അവരുടെ അമ്മാവനും അമ്മാവിയും അച്ഛനും അമ്മയുമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നീ എടുത്തു വെച്ചു, നിന്നെ ഞാൻ അങ്ങനെ വളർത്തിയതല്ലയോ, കാലം നിർത്താതെ വളർത്തിയതല്ലയോ, രാവിലെ നീ പാല് ആർഡിസ് കലക്കി കുടിച്ചോ, ഇങ്ങനെയൊക്കെ പല പല ക്വസ്റ്റ്യൻസുകൾ ഈ കുട്ടികളടുത്ത് പറയും. അപ്പോൾ കുട്ടികളൊക്കെ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ആ ശരിയാണ് അമ്മ ഞങ്ങൾക്ക് ഇത്രയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾ ഇപ്പൊ എന്റെ അനുഭവമാണ്. മൂത്ത കുട്ടി കല്യാണം കഴിഞ്ഞു, ഇനി എനിക്ക് ട്വിൻസ് ആണ്, 2 ഇരട്ട കുട്ടികളാണ്. അവരുടെയും കല്യാണം കഴിഞ്ഞ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് അത് നമ്മുടെ വീട്ടിലും പാടില്ല, ഹസ്ബൻഡിന്റെ വീട്ടിലും അവരൊക്കെ സ്വാതന്ത്ര്യമായിട്ട് സെപ്പറേറ്റ് താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് കുറച്ച് കാലഘട്ടത്തിൽ അപ്പോഴേ ഹസ്ബൻഡും വൈഫുമായിട്ടൊക്കെ അവരൊക്കെ താരതമ്യപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടണം. കിട്ടിയില്ലാത്ത വീടുകളിലൊക്കെയാണ് കൂടുതൽ ഈ ഡിവോഴ്സിന്റെ ഒക്കെ പ്രോബ്ലങ്ങൾ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നമ്മളുടെ ഈ കല്യാണങ്ങൾ കഴിച്ചതിന് ശേഷവും കുറെയൊക്കെ ഈ ധൃതി പിടിച്ചുള്ള കല്യാണങ്ങളുണ്ട്. അതായത് ഇപ്പോഴീ പറഞ്ഞ സത്യൻ സാറ് പറഞ്ഞതുപോലെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാട്രിമണിയൊക്കെയാണ് അത് കൂടുതൽ പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ ഭാരത മാട്രിമണി, കേരള മാട്രിമണി, നായർ മാട്രിമണി, ഈഴവർക്ക് ഈഴവ മാട്രിമണി, ക്രിസ്ത്യൻസിനുണ്ട്. ഇങ്ങനെ പല ഈ മാട്രിമണികളിൽ അവരവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അവരുടെ ബിസിനസ്സാണ് എന്നല്ലാതെ അവരിത് നോക്കുന്നില്ല. ഇവരുമായിട്ട് അത് തരപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നല്ല. അപ്പൊ നമ്മളെന്താ, അച്ഛനും അമ്മമാരും ചിന്തിക്കുന്നത്, അയ്യോ പ്രായമായ കുട്ടികളാണ്, നമ്മളുടെയൊക്കെ കാലഘട്ടങ്ങൾ നീങ്ങി പോകുകയാണ്, നമ്മളിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഹസ്ബൻഡ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഒരു പരിമോളെ കിട്ടണം, കുട്ടികൾ വേണം, കുട്ടികളെ താലോലിക്കണം, അപ്പുപ്പാന്ന് വിളിക്കണം. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ പിടിച്ചങ്ങ് കൂടുതൽ പണ്ടത്തെ കാലത്ത് കല്യാണങ്ങൾ കഴിക്കുമ്പോ ആ ചുറ്റുപാടിലൊക്കെ, ഇപ്പൊ എന്റെ കല്യാണം നടക്കുമ്പോ എന്റെ വൈഫ് എന്റെ സഹോദരിയെ അയച്ച അളിയന്റെ മകൻ ബന്ധത്തിൽപ്പെട്ട ഇതാണ് എന്റെ ഭാര്യ. അപ്പൊ ഞാൻ പറയാൻ കാരണം, എന്നിട്ട് അംബർനാഥില് ഞാൻ അറിയാതെ അവരുടെ ആൾക്കാരെ വിട്ട് അന്വേഷിക്കുന്നു, ഈ പാർട്ടി എങ്ങനെയാണ്, വെള്ളം അടിക്കുന്ന പാർട്ടിയാണോ, ഡ്രിങ്ക്സ് അടിക്കോ, സിഗരറ്റ് വലിക്കോ എന്ന് വെച്ചാൽ അത്രത്തോളം കടന്ന് പലയിടത്തും ചെയ്തു. ഇപ്പൊ ഇന്ന് ആ കാലഘട്ടത്തിലോട്ടല്ല. കാരണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും വിചാരിക്കുന്നത് ആ മോള് കാനഡയിൽ പോയി പഠിക്കുന്നു, ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്നു, ലണ്ടനിൽ പോയി പഠിക്കുന്നു, അവരവിടെ തന്നെ അവരെ ഹസ്ബൻഡിന് കിട്ടുന്നുണ്ട്, അവിടെ കല്യാണം കഴിച്ചു പോകുന്നുണ്ട്, പിന്നെ അവിടുത്തെ പിള്ളേർ അവിടെ ആകുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട് വരാതെ ആവും. അതുകൊണ്ട് ഉടനെ തന്നെ ഇവിടെ പെട്ടെന്ന് തന്നെ കല്യാണം ശരിയാക്കി കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ട് നടക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സ്ഥലത്താണ് ഈ കൂടുതൽ പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ആദ്യം കുറച്ച് ലേറ്റായാലും അത് നമ്മൾ കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ച് അന്വേഷിച്ച്, നമ്മുടെ കുട്ടികളാണ്, നാളെ അവർക്കൊരു പ്രോബ്ലം ഇല്ലാതെ അവർ ജീവിച്ചു പോകണം എന്ന് പറഞ്ഞത് അച്ഛനും അമ്മമാരും അത് കൂടുതലായിട്ട് അന്വേഷിച്ച് തന്നെ ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു പ്രേമേട്ട. അടുത്ത നീതുവിനോടാണ്. ഈ സപ്പോസ് ഈ നമ്മളിപ്പോ വീഡിയോ ഇപ്പൊ അതിലൂടെ കാണുന്നുണ്ടെങ്കിൽ കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പെൺകുട്ടികളോട് നീതുവിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? അതായത് ഹൗ ടു മേക്ക് എ ബെസ്റ്റ് ചോയ്സ് ഒരു കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ, സെലക്ഷൻ ഓഫ് സ്പൗസ്, ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ പൊതുവെ അറേഞ്ച് മാരേജിൽ പോകുന്ന പെണ്ണുകൾ കുറവാണ്. It is very less. That is not the solution. എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, അത് ചക്കയല്ല നമുക്ക് തുന്നി നോക്കാൻ. You never know what is inside. The jackfruit may seem very nice, but inside it can be anything. So it is actually a lottery, like sir said. लगा तो लगा, नहीं तो फिर खराब. मेरा तो लग गया. अभी जिनका लगा वो लगा, जिनका नहीं लगा वो खराब. But still there are things like घाई नहीं करना चाहिए. You should get to know the other person. If possible, take some time, like 6 months or something. Like people date. So arranged marriage, official dating can be done. You get to know each other, your likes, dislikes,
and vibe matching is very important. You should get your vibes matched. But again, in 6 months it is not possible. Because first time നമ്മൾ ആരെ കണ്ടാലും we put on our best behavior. Like when we met or when I meet anybody, I put on my best behavior. Nobody tells, "अरे मेरे में ये खामियां हैं, मैं इतना बुरा हूँ." Nobody says that. So you can never determine how the other person is. So marriages में ये चीज does not work. हाँ, love marriage में you are dating, you know the other person quite well. So love marriages can be a bit easier. ചെന്നാലും ഏട്ടാ 6 മാസത്തിൽ ഞാൻ ഇത്രയും വെള്ളം അടിക്കും, നീ ഇത്രയും വെള്ളം അടിക്കാറുണ്ടോ? This question is never come up. Like अभी generation में आ सकता है, it comes up maybe. 6 മാസത്തിൽ ഒരു ആളെ മനസ്സിലാക്കാൻ it is not that easy, because you have to spend your life with that guy. So it is not that easy. അൾട്ടിമേറ്റ്ലി ലവ് മാരേജ് ചെയ്യാന്നുള്ളതാണ് സൊല്യൂഷൻ അല്ലേ? സപ്പോർട്ട് ഒളിച്ചോടാനല്ല. മായ ചേച്ചിയോടാണ് അടുത്ത ചോദ്യം. ഇപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ലേഡീസിന് അവൈലബിൾ ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് എന്താണ്? നിങ്ങളെ പോലെയുള്ള NGOs ഉണ്ട്, അതല്ലാതെ ഗവൺമെന്റിന് എന്തെങ്കിലും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്ട്രസ്സിലുള്ള ഒരു ലേഡി എന്താണ് ചെയ്യേണ്ടത്? ആക്ച്വലി NGOs അവിടെ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള കുറച്ച് 1-2 NGOs ആണ് അതിന്റെ ഉള്ളിലോട്ട് പോയിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് തന്നെ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ട് അവർക്ക്, പക്ഷെ അവരെ അവെയർ ആക്കണം അതിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ ചെയ്യുന്ന അവിടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ കാരണം ഞങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്കറിയാം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇന്ന പോളിസീസ് അവർക്ക് വേണ്ടിയുണ്ട്, ഞങ്ങളത് അവെയറാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കഴിയില്ല പലപ്പോഴും. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത്രയും ഒരു പാട്ട് റൂറൽ ഏരിയസിന് ലേഡീസിന് വേണ്ടിയിട്ട് കുട്ടികളുടെയൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കാരണം അതിൽ നിന്ന് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോയി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് മെയിനാണ്. നമുക്ക് അത്രയും ട്രസ്റ്റ് അവർക്ക് നമ്മളെ വേണം, എന്നാലേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവരെ ഇൻഡിപെൻഡന്റ് ആക്കി കൊണ്ടുവരാൻ നോക്കുക, സ്വന്തമായി തൊഴിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇന്ന സപ്പോർട്ടുകളുണ്ട്, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ചെയ്യണം. അതില് ഞങ്ങൾ ചെയ്യാൻ നോക്കിയ സമയത്ത് എനിക്കറിയാവുന്നതാണ്, ഞാൻ അതിന്റെ സർവേ എടുക്കുന്ന സമയത്ത് പലരും നമുക്ക് ആധാർ കാർഡ് പോലും കാണിച്ചു തരില്ല. നമ്മളോട് നേരെ പറയാം എൻ്റെ കയ്യിൽ ആധാർ കാർഡില്ല. കാരണം അത് അവര് പറയുന്ന നുണയാണെന്ന് നമുക്കറിയാം. കാരണം വളരെ 17 വയസ്സാകുമ്പോഴത്തേക്ക് അവര് കല്യാണം കഴിഞ്ഞു, ചെറിയ ചെറിയ കുട്ടികളായി. ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ഹൗസ് കീപ്പിംഗ് ജോലി എന്ന് പറഞ്ഞിട്ട് ആ വില്ലേജ് ഞാൻ എടുത്ത സമയത്ത് ഒരാൾ ഒരു വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന ആള്, ഒരു കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആളും 2 പേര്. ബാക്കി ഫുൾ ഹൗസ് കീപ്പിംഗ്. അവര് ഈ പറയുന്ന പോലെ പെണ്ണിന് 15-16 വയസ്സുണ്ടെങ്കിൽ ചെറുക്കന് 20-21 വയസ്സ്, കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളായി. അതിൽ കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്താണ്? കുറച്ച് കഴിയുമ്പോൾ അവനവിടെ വേണ്ട. അപ്പൊ ഈ സ്ത്രീകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ടഫാണ് ആ പാട്ട് അവിടെ. പക്ഷെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ട്, അത് അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ചെയ്തു കൊടുക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു നല്ല സംരംഭമായിരുന്നു. എല്ലാവരുടെയും കാരണം ഒരുവിധം പറഞ്ഞതൊക്കെ നമ്മൾ സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എല്ലാ അറ്റാച്ച്മെന്റ്, കാരണം ആദ്യം എല്ലാവരുടെയും മുന്നിൽ മനസ്സിലൊരു ചോദ്യം വന്നിരുന്നു, മാട്രിമോണിയൽ ഡാറ്റാബേസിൽ റൂറൽ ഏരിയാസിന്റെ എന്താ കാര്യം പറയാനുള്ള, ഫെമിനിസ്റ്റിന്റെ കാര്യം എന്താ പറയാനുള്ള, പേയ്മെന്റിന്റെ കാര്യം. പേയ്മെന്റിനെ പിന്നെയും മാച്ചിങ് ആണ്. അതേസമയം ഞങ്ങളുടെ 2 പേരും ടോപ്പിക് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകണം അതിലെന്ന്. ബട്ട് ഇപ്പൊ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് മാട്രിമോണിയൽ ഡാറ്റാബേസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഈ പറയുന്ന പോലെ ഇന്നത്തെ തലമുറയ്ക്ക് അനുകൂലമായിട്ടുള്ള എല്ലാം വരും. എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുക, അതിനു വേണ്ടിയിട്ട് ചെയ്യും.
ഓൾ ദ ബെസ്റ്റ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇന്നിവിടെ തുടങ്ങിയതില് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചെന്ന് പറയാം നമ്മുടെ പ്രസിഡന്റ് ജിമ്മി സാർ. കാരണം വെച്ചാൽ സാധാരണ പ്രസിഡന്റുമാരെല്ലാം 65-70 വയസ്സ് കഴിഞ്ഞ്, അതായത് ജലാസിൻ സാറിനെ പോലെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വൈഫും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോ പ്രസിഡന്റ് സാർ മനസ്സിൽ വെക്കണമായിട്ട് കുറച്ച് ആൾക്കാരുള്ളൂ, അങ്ങനെ ചിന്തിക്കട്ടെ. ഇത് വളരെ നല്ലൊരു സന്ദർഭമാണ്. അതിന് നമുക്ക് സപ്രീം വർമ്മ സാറിനെ പോലെ ഒരു അഡ്വക്കേറ്റ് മാർഗനിർദ്ദേശം തന്നത് വളരെ ഉപകാരപ്പെടും. അതുപോലെ മായ ടീച്ചർ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. അതുപോലെ ഇപ്പൊ നമ്മളെ റോട്ടറിയുടെ വരും ഭാവി പ്രസിഡന്റ് ആണോ സെക്രട്ടറി അറിയില്ല, പ്രസിഡന്റ് ആവാൻ പോകുന്ന നീതു നായറിനും ഞാൻ വളരെ, കാരണം പറഞ്ഞാൽ ഇത്രയും അറേഞ്ച്മെന്റുകൾ ചെയ്ത് നമ്മുടെ മലയാളികൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങി ബദലാപ്പൂര് എന്തോ പറയുമല്ലോ, മുറ്റത്തമ്മിലേക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ ബദലാപ്പൂരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആൾക്കാര് ബദലാപ്പൂര് തന്നെ ഉണ്ട്. നമ്മളെ എക്സാമ്പിൾ ആണെങ്കിൽ പല ഇതിലെ സ്വാമിജിയായിട്ടും ഫിലിം സ്റ്റാർ ആയിട്ട് റോട്ടറിയുടേതായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് സാറ് ഇവരൊക്കെ വന്നിട്ട് ടീച്ചേഴ്സുകള്. അതുപോലെ ഇപ്പൊ മലയാളി ഇതൊരു മഹാരാഷ്ട്രയിൽ തന്നെ ഇതൊരു മാതൃകയാകും. അതായത് നമ്മളെ KPMS കുൾഗാവ് ബദലാപ്പൂർ മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് സാറ് നമ്മുടെ ജിനേഷ് വന്നതിന് ശേഷം ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും അതിനെ കമ്മിറ്റി അത് അംഗീകരിച്ച്, കമ്മിറ്റിയിൽ ഞാനും വൈസ് പ്രസിഡന്റാണ്, കമ്മിറ്റിയിൽ ഞാനും ഉൾപ്പെടുന്നതാണ്. എന്നാലും അദ്ദേഹം ഇതിനിടയ്ക്ക് തന്നെ പല പല പ്രോബ്ലംസുകൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല. ഇപ്പൊ തന്നെ ഒരു മലയാളിക്കൊരു പ്രോബ്ലം ഉണ്ടായി. ബദലാപ്പൂര് രാവിലെ ഒരു പേപ്പറിലൊക്കെ വന്നതായിരുന്നു. അതായത് എല്ലാവർക്കും അറിയാമെന്ന്, പക്ഷെ രാവും പകലും ഇല്ലാതെ ജിനേഷ് അധ്വാനിച്ച് ACP സാഹിബിനെ കാണണമെന്ന് പറഞ്ഞ് അംബർനാഥിൽ വന്നു. അപ്പൊ എന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് പോലീസ് സ്റ്റേഷൻ. പുള്ളി അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മെനക്കെട്ട് അദ്ദേഹത്തിനെ കണ്ട് MLA കിസൻ കത്തോരയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നിഷ്പക്ഷമായിട്ട് പുള്ളിയെ അത് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് മേടിച്ച് ACBയുടെ അടുത്ത് കൊണ്ടുപോവുകയും, അതുപോലെ അവിടെ പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾ ആദർശ് പോലെയൊക്കെയുള്ള പല സ്കൂളുകളിൽ ഉണ്ടായ ആ ഗ്രൂപ്പിലോട്ട് തള്ളിവിടാതെ അദ്ദേഹം അതർവാടി ജയിലിലായിരുന്നു. ജാമ്യമില്ലാതെ കിടന്ന ആളിനെ ജാമ്യത്തിന് കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ചതിനും അതിനൊക്കെ ഞാൻ പ്രത്യേക ക്രെഡിറ്റ് നമ്മുടെ പ്രസിഡന്റ് സാർ ജിനേഷിന് വേണ്ടി കൊടുക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കാം, മനസ്സിലാക്കാത്തവരിപ്പോ തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ മുഴുവൻ അംഗങ്ങൾ പോലും ഇവിടെ എത്തിയില്ല. എന്നിട്ടും അതാത് ടൈം കണ്ടുപിടിച്ച് തന്നെത്താനെ പറഞ്ഞ കാര്യം അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചതില് ഞാൻ ജിനേഷിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ട്രഷറർ സുഭാഷ് സാറ്, പിന്നെ വേണു സാറ്, പിന്നെ എല്ലാവരും റാക്കി, ഇവരെല്ലാവർക്കും ഇന്ന് നല്ല ദിവസമാണ്. രാമനവമി, കോവിലുകളിൽ പോകണം, പല പല പരിപാടികളും കഴിഞ്ഞിട്ട് വന്ന് സഹകരിച്ചതിന് വീണ്ടും വീണ്ടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബദലാപ്പൂർ കുൾഗാവ് മലയാളി സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഇനിയും ഇതുപോലെയുള്ള ആര് വരാത്തവർക്കും ഇതുപോലെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി കിട്ടാനായിട്ട് ഇന്നെല്ലാം സോഷ്യൽ മീഡിയയിലും അതിലെതിരല്ലാതെ ഇതുപോലെ നേരിൽ കണ്ട് സംസാരിക്കാനും ഇത്രയും പേരുടെ ആ മാർഗനിർദ്ദേശം തന്നെ അത് അനുഭവപ്പെടാനായിട്ട് അച്ഛനും അമ്മയ്ക്കും മക്കളെയൊക്കെ എങ്ങനെ മുന്നോട്ട് നമ്മൾ നയിപ്പിക്കണം, അവരെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളത് മനസ്സിലാക്കി തന്നതിന് വളരെ വളരെ നന്ദി. നമസ്കാരം. എല്ലാം പ്രേമനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാജത്തിലെ പണ്ട് സമാജമൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പൊ TV-യും അല്ലെങ്കിൽ മൊബൈൽ ഫോൺസും ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാനുള്ള ഒരു മീഡിയം ആയിരുന്നു. അത് ഈ ഫോണിൽ നിന്നും റീപ്ലേസ് ചെയ്യാൻ ഒക്കത്തില്ല. വി ഹാവ് ടു മീറ്റ് റെഗുലർലി.
1-to-1 കൺവേഴ്സേഷൻ ആയി കഴിഞ്ഞാൽ നമ്മളെ കണ്ട് പരിചയപ്പെട്ട ആൾക്കാരെ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണണം. അങ്ങനത്തെ ഈ മീഡിയ വന്നേ പിന്നെ അതൊക്കെ കുറഞ്ഞുകൊണ്ട് ഇപ്പൊ അങ്കിള് പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നടത്തണം. അന്ന് ജിനേഷ് നല്ലോണം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞു. ഞാൻ ബദ്ലാപൂരിൽ വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ, ആദ്യം സമയമായിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛന് ഉല്ലാസ മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഉല്ലാസ മലയാളി സമാജത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജിനേഷ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ്സ് വെരി അപ്രീഷിയബിൾ ആണ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്തുള്ള വേറെ അമ്പർനാഥ് ആയാലും ഉല്ലാസായാലും കല്യാണായാലും അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഏരിയയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുവാണെങ്കിൽ പ്രോഗ്രാം കളക്റ്റീവ്ലി അങ്ങനെ ചെയ്യാൻ ഒക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് വെരി നൈസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 3 months ഇങ്ങനെ ഒരു ആരെങ്കിലും നമ്മളെ വിളിച്ച് നമുക്ക് നമ്മുടെ തോട്ട്സ് ഷെയർ ചെയ്യാനും നോളജ് ഷെയറിംഗ് ഒക്കെ ആണെങ്കിലും വളരെ നല്ലതാണ്. മാട്രിമോണിയൽ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ നൈസ് ഇനിഷ്യേറ്റീവ്. പിന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഒക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മെനി ഓഫ് ദ ടൈംസ് നമുക്കൊരു പനി വന്നു, നമ്മൾ തന്നെ പാരസെറ്റമോൾ കഴിക്കും, നമ്മൾ ആന്റിബയോട്ടിക് നമ്മൾ തന്നെ കഴിക്കും. പിന്നെ അത് കോംപ്ലിക്കേറ്റ് ആയി കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സജഷൻ എപ്പോഴും ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ലീഗലായിട്ട് അല്ലെങ്കിൽ മെഡിസിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ യു ഗോ ടു ദാറ്റ് സ്പെഷ്യാലിറ്റി ഫസ്റ്റ്. അതിന് ഡോക്ടർ ആയാലും വക്കീലായാലും അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാലും യു ഗോ ടു ദാറ്റ് പേഴ്സൺ. നമ്മൾ ഇത് ആദ്യം വഷളാക്കിയിട്ട് അവിടെ പോകുന്നതിനേക്കാളും നല്ല നേരത്തെ തന്നെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ എങ്ങനെയാ പോകേണ്ടതെന്ന് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ കാണും, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട് മാറ്റേഴ്സ്. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഗോ ടു ആൻ അപ്രോപ്രിയേറ്റ് എക്സ്പെർട്ട് ആൻഡ് സീക്ക് ഒപ്പീനിയൻ ആൻഡ് ദെൻ ഗോ അബൌട്ട് ഇറ്റ്. ഇതേ ഉള്ളൂ. വി വിൽ മീറ്റ്. ഞാനിപ്പം ബദ്ലാപൂരിൽ ഉള്ളതുകൊണ്ട് ഐ വിൽ കം വിത്ത് ദ സമാജം ആക്ടിവിറ്റീസ് ഓൾസോ. ആൻഡ് ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് ഫീസ് ഐ വിൽ ഗിവ് ഇറ്റ്. ഞാൻ എനിക്കൊന്ന് വിജയൻ അങ്കിളുടെ ഞാൻ പറഞ്ഞായിരുന്നു. അതുമാതിരി ഇവിടെ അമ്പലമുണ്ട്, അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട് അമ്പലം ഒന്ന് കാണണം. അപ്പൊ അങ്കിളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ആണ് എനിക്ക് കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാനും പരിചയപ്പെടാനും ഉള്ള അവസരം ഒരുക്കിയെന്ന് വളരെ താങ്ക്സ്. ഞാൻ അവസാനം നന്ദി പറയാന്ന് വിചാരിച്ചു. പ്രേമാട്ടൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു. നന്ദി പറയാൻ ബാക്കി ഒരാൾക്കേ ഉള്ളൂ, നമ്മുടെ ദീദുവിനും ധീരജിനും ഈ ഒരു പ്രിമൈസസ് നമുക്ക് തന്നതിന് അതിനും നന്ദി. ബാക്കി എല്ലാവർക്കും പ്രേമാട്ടൻ നന്ദി പറഞ്ഞു. പ്രേമാട്ടൻ എന്നെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മളിവിടെയൊക്കെ നിൽക്കുന്നത് ഈ പ്രേമാട്ടനെ പോലും ഗംഗാരേട്ടനെ പോലെയും ഒക്കെ ഉള്ളവർ തന്നെയാണ്. അല്ലാണ്ട് നമുക്കിവിടെ എന്റെ ബന്ധുക്കളാരും ഇല്ല, അച്ഛനും അമ്മയും ഒന്നുമില്ല. നമ്മളിവിടെ നിൽക്കുന്നത് ഇവരൊക്കെ കൂടി ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ്. കാരണം നമ്മുടെയൊക്കെ ഇപ്പം ആ പോലീസ് കേസിലും കോർട്ടിലൊക്കെ പോകുമ്പോ ആ NCPയുടെ നേതാവൊക്കെ വരുമ്പോ വർത്താനം പറയുന്നത് കാട്ടാലേക മേ ഉസ്കോ ചോടുന്നേ മേ 7 साल ഉസ്കോ അന്തർ രഖേഗ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ അതൊക്കെ കാണുമ്പോൾ നമ്മളൊന്നും ഞെട്ടും. അപ്പൊ ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളാരാ? എനിക്ക് എന്താ ഉള്ളു? ഒന്നുമില്ല. ഇവരെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വിളിച്ചാൽ വെളിപ്പുറത്ത് ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പിന്നെ വളരെ സൈലന്റ് ആയിട്ട് ഒന്നും പുറത്ത് കാണാതെ പ്രവർത്തിക്കുന്ന ആൾക്കാർ വേണുവാട്ടിനൊക്കെ ഉണ്ട്, രവിയാട്ടിനുണ്ട്, രാഖി ഉണ്ട്, രാജലക്ഷ്മി, ഇവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ എല്ലാവരും ലൈം ലൈറ്റിൽ വരുന്നില്ല എന്ന് മാത്രം. അല്ലാതെ എനിക്കായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നില്ല. ഓക്കെ. പിന്നെ അപ്പൊ ഈ ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഡാറ്റാബേസ് അതിന്റെ ഒരു ഗൂഗിൾ ലിങ്ക് ആണ്. ആ ലിങ്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് നമ്മൾക്ക് അതിന്റെ ഒരു ഔട്ട്പുട്ട് ഒരു റീഡ് ഓൺലി മോഡിൽ നമ്മൾ അവർക്ക് ആക്സസ് കൊടുക്കും. അപ്പൊ അത് നമ്മൾ ആ ഔട്ട്പുട്ട് ഫയല് ഒരു വീക്ക്ലി ബേസിസോ മന്ത്ലി ബേസിസോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചാർജസ് ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ലിങ്ക് പരമാവധി എല്ലാ ആൾക്കാരിലും എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീടുകളിലും ആരെങ്കിലും കല്യാണം നോക്കുന്നത്, ഇത് ഫസ്റ്റ് മാരേജ് സെക്കൻഡ് മാരേജ് എല്ലാം ആവാട്ടോ, അതൊക്കെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും സമയം ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മളെ എല്ലാവരെയും കേട്ടുനിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. പരിപാടി അവസാനിച്ചായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.